എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുവാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സയന്റിഫിക് ഓഫീസറിൽ മൊഡ്യൂൾ 2-ലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ മൊഡ്യൂൾ 2-ലെ ടോപ്പിക്കാണ് കേട്ടോ, ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പൊ പാർട്ട് 1 ആണിത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഈ ഒരൊറ്റ ക്ലാസ്സിൽ തീർക്കാൻ പറ്റില്ല, വേറെയും ഈ ഒരു ക്ലാസ്സിന്റെ പാർട്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റ ടോപ്പിക് അല്ല, ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് പഠിക്കണം. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്, അവരുടെ സ്ട്രക്ചർ എന്താണ്, അവരുടെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അവരുടെ ഫങ്ഷൻസ് എന്താണ്, ഒരു കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എത്രത്തോളം എനർജി കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് അതിൽ നിന്നും എനർജി എങ്ങനെയാണ് കിട്ടുന്നത്, ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് ന്യൂട്രീഷണലി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ടോപ്പിക്സും നമ്മളിതിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ ക്ലാസ്സിൽ നമുക്ക് ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും ഇനിയും ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? സോ ആദ്യം നമുക്ക് നോക്കാം, എന്താണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ് ഓർ കാർബ്സ് എന്ന് പറയുന്ന സാധനം അല്ലേ. ദേ ആർ സിംപ്ലി ന്യൂട്രിയൻസ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞാൽ ന്യൂട്രിയൻസ് ആണ്, നമ്മുടെ ബോഡിക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സാധനമല്ല, ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസ്. അതിൽ തന്നെ കുറേ ആൾക്കാർ അടങ്ങിയിട്ടുണ്ട്. സോ കാർബോഹൈഡ്രേറ്റ് ഇസ് എ ഗ്രൂപ്പ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഇനി മനുഷ്യന്മാരിൽ മാത്രമാണോ കാണുന്നത്? അല്ല, പ്ലാന്റ്സിലും കാണുന്നുണ്ട്, അനിമൽസിലും കാണുന്നുണ്ട്. സോ ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസ് പ്ലാന്റ്സിലും കാണുന്നു, അനിമൽസിലും കാണുന്നു. ഇനി കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെ വെച്ചിട്ടാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊരു കാർബോഹൈഡ്രേറ്റ് ഫുഡിലും നമുക്ക് എന്തൊക്കെ എലമെന്റ്സ് കാണാൻ പറ്റും? എന്തൊക്കെ എലമെന്റ്സ് ആണ് കാർബോഹൈഡ്രേറ്റിൽ കാണാൻ പറ്റുന്നത്? ആ പേരിൽ തന്നെ കിടക്കുന്നുണ്ട് അത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ കാർബൺ, പിന്നെ ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നാലാണ് വാട്ടർ ഉണ്ടാവുന്നത് അല്ലെ. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2O. സോ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ H2O. അപ്പൊ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ ഈ മൂന്നും കൂടെ അടങ്ങിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി മൂന്നും എന്ത് റേഷ്യോ ആണ് നമുക്ക് ഏത് റേഷ്യോയിലാണ് ഈ മൂന്നും കാണപ്പെടുന്നത്? 1:2:1. അതായത് കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. അപ്പൊ ഈ ഒരു റേഷ്യോയിലാണ് കാർബോഹൈഡ്രേറ്റ്സിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. കാർബോഹൈഡ്രേറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ C6H12O6 ആണ്. അപ്പൊ നോക്കൂ, എത്ര കാർബൺ ആണ് ഗ്ലൂക്കോസിലുള്ളത്? 6 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഉണ്ട്? 6 ഓക്സിജൻ. അപ്പൊ ഈ ഒരു റേഷ്യോ പോലെയല്ലേ കിടക്കുന്നത്? കാർബണും ഓക്സിജനും സെയിം ആണ് അല്ലെ, 1:1 ആണ് ഇതിൽ കിടക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കൂ, 6ഉം 6ഉം. ഇനി ഇതിന്റെ ഈ 1ന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ കിടക്കുന്നത്. അപ്പൊ നോക്കൂ, എത്രയാ? 12. 6ന്റെ ഇരട്ടി 12. അപ്പൊ ഈ ഒരു റേഷ്യോയിലായിരിക്കും കാർബോഹൈഡ്രേറ്റ്സിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കാണപ്പെടുന്നത്. ഓക്കെ, ഈ കാർബോഹൈഡ്രേറ്റ് എന്ന ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് 1844-ലാണ്. ആരാണ്? ബൈ ഷ്മിറ്റ് എന്ന ഒരു ആളാണ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി കാർബോഹൈഡ്രേറ്റ്സിന്റെ എംപെരിക്കൽ ഫോർമുല, അവർക്കൊരു അതായത് അതിൽ എത്രത്തോളം ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, എത്രത്തോളം കാർബൺ ഉണ്ട്, എത്രത്തോളം ഓക്സിജൻ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവരുടെ ഒരു ജനറൽ ഫോർമുല എന്താണ് വരുന്നത്? CnH2O ഹോൾ N. അപ്പൊ CnH2O(N). അതാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്സിന്റെ എംപെരിക്കൽ ഫോർമുല വരുന്നത്. ഓൾസോ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? നമ്മുടെ ഈ ഒരു നേച്ചറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് മോളിക്യൂൾസ് ആണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്. ആരെയാണ് നമ്മൾ ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുന്നത്? കാർബൺ
അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് ഓർഗാനിക് മോളിക്യൂൾ എന്നും, കാർബൺ ആണ് ഇപ്പം നമ്മുടെ സോഡിയം, ക്ലോറിൻ, അവരിലൊന്നും കാർബൺ ഇല്ല, അവരെ നമ്മൾ എന്ത് പറയും, ഇനോർഗാനിക് മോളിക്യൂൾസ് എന്നും പറയും. ഇപ്പം നമ്മൾ നേച്ചറിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഓർഗാനിക് മോളിക്യൂൾസും കൂടിയിട്ടാണ് ആര്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് കാർബോഹൈഡ്രേറ്റ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, വേരിയസ് ടൈപ്പ് ഓഫ് ഫുഡിൽ അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് എനർജി കിട്ടുന്നത് അല്ലേ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുന്നത്. എനർജി കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ബോഡി നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് നടക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും ചാടാനാണെങ്കിലും ഒക്കെ എന്ത് വേണം? എനർജി വേണം അല്ലേ. നമ്മളിപ്പോൾ നോമ്പെടുത്തു എന്ന് വിചാരിക്കും, ഫാസ്റ്റിംഗ് ചെയ്തു, നമ്മൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിച്ചില്ല, നമുക്ക് എനർജി ഉണ്ടാവുമോ? ഇല്ല. നമുക്കൊരു ഉഷാറും ഉണ്ടാവില്ല. ഫുൾ ഡേ നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ബിക്കോസ് എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡാണ് എന്ത്, നമുക്ക് ഉഷാറ് തരുന്ന ആൾക്കാർ, നമുക്ക് എനർജി തരുന്ന ആൾക്കാർ. ഇപ്പം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് തരും? എനർജി തരും. പക്ഷെ ഇതിലൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനർജിയുടെ പ്രൈമറി സോഴ്സ് ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. അതായത് നമ്മുടെ ബോഡി എനർജിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻറ്റിനെയാണ്? കാർബോഹൈഡ്രേറ്റിനെയാണ്. കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നുമാണ് നമ്മുടെ ബോഡി മെയിനായിട്ട് എനർജി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി കാർബോഹൈഡ്രേറ്റ് തന്നെ പലതരം ഫോമിൽ കാണപ്പെടുന്നുണ്ട്. ഷുഗർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ പഞ്ചസാര. ഓക്കെ, ഷുഗറിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സ്റ്റാർച്ചിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ കഞ്ഞിവെള്ളം. ഫൈബറിന്റെ എക്സാമ്പിൾ എന്താ? നമ്മളെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇപ്പോൾ ഓട്സ് പോലത്തെ ഭക്ഷണങ്ങൾ. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് പലതരം ഫോമിൽ കാണപ്പെടുന്നു. അപ്പം അതിൽ ഷുഗർ, ഞാൻ പറഞ്ഞ പോലെ ഷുഗർ നമ്മൾ മിഠായികളിൽ ഷുഗർ ഉണ്ട്, ഫ്രൂട്ട്സിനൊക്കെ നാച്ചുറലി ഒരു മധുരം ഉണ്ട് അല്ലേ. അതിന് കാരണം എന്താണ്? ഫ്രൂട്ട്സിൽ എന്ത് കാണപ്പെടുന്നു? കാർബോഹൈഡ്രേറ്റ്സ് കാണപ്പെടുന്നു. ഫ്രൂട്ട്സിൽ കാണുന്നത് ഏത് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്? ഷുഗർ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി സ്റ്റാർച്ച് ആണെങ്കിലോ നമ്മൾ കഴിക്കുന്ന ചോറിലുണ്ട്, ബ്രെഡിലുണ്ട്, ഉരുളൻകിഴങ്ങിലുണ്ട്, കൊള്ളി, നമ്മളെ പൂള എന്നൊക്കെ പറയുമല്ലോ, അതിലുണ്ട്. അതേപോലെ ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകൾ. ഈ ഫൈബർ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയുന്നുണ്ടായിരിക്കും, ഇന്ന് നമ്മളെല്ലാവരും ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഫൈബർ ധാരാളമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് ഫൈബർ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോംസിലാണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഫുഡിൽ കാണപ്പെടുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഈ 3 തരം ഫോമിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ റോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ? ടു ഗിവ് എനർജി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി തരികയാണ്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന ഈ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണ്? ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ഹൈഡ്രേറ്റുകളാണ്. അതായത് അതിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അത്രയും മനസ്സിലാക്കി വെക്കാം. ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു കറക്റ്റ് ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ polyhydroxy aldehydes or ketones or compounds which produce them on hydrolysis. എന്താ പറഞ്ഞത് അല്ലേ? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പോളി മീൻസ് മെനി. ഹൈഡ്രോക്സി മീൻസ് ഈ OH ഗ്രൂപ്പിനാണ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ്, എന്താണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്? എല്ലാവരും കെമിസ്ട്രി കുറച്ചൊക്കെ പഠിച്ചവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഏകദേശം ടേംസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CHO ഗ്രൂപ്പ്, ഈ കിടക്കുന്ന CHO ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഡിഹൈഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ എന്ത് കാണാൻ പറ്റും? പോളിഹൈഡ്രോക്സി, കുറേ എന്തുണ്ടാവും? മെനി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, മെനി OH ഗ്രൂപ്പ് ഉണ്ടാവും. ഇവിടെ നോക്കൂ, ഇതാ ഒരു OH ഗ്രൂപ്പ്, ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ കുറേ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതുകൂടാതെ എന്താ ഉണ്ടാവുക? ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാകും. ഓർ കീറ്റോൺ. ചില കാർബോഹൈഡ്രേറ്റ്സിൽ ആൽഡിഹൈഡിന് പകരം അവിടെ കീറ്റോൺ ഗ്രൂപ്പ് ആയിരിക്കും. കീറ്റോൺ ഗ്രൂപ്പ് മീൻസ് C+O. ഈ ഒരു ഗ്രൂപ്പിനെയാണ് കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. CHO ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ ആൽഡിഹൈഡ് എന്ന് പറയും. ഇതൊക്കെ എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ. കാർബോഹൈഡ്രേറ്റിൽ എന്തടങ്ങിയിട്ടുണ്ടായിരിക്കും? കുറേ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഒപ്പം ഒന്നല്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ്.
ഇനി ചില കാർബോഹൈഡ്രേറ്റ്സിൽ എപ്പോഴാണ് ഈ ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് കാണുന്നുണ്ടായിരിക്കുക? ആ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഹൈഡ്രോലൈസിസ് ചെയ്താൽ, അതായത് ആ കാർബോഹൈഡ്രേറ്റിലെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്നല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സിന് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിലിപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പേര് ഷുഗർ എന്നാണ് അല്ലേ. നമ്മൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് അയാളത് ചോദിക്കുക, ഡയബറ്റീസ് ഉണ്ടോ എന്നാവില്ലേ ചോദിക്കാം. നമ്മൾ എന്താ വീട്ടിൽ ചോദിക്കുക? ഷുഗർ ഉണ്ടോ എന്നാ ചോദിക്കാം. ഈ ഷുഗർ ശരിക്കും എല്ലാവരുടെ ബോഡിയിലും ഉണ്ട് അല്ലെ, എല്ലാവരുടെ ബോഡിയിലും ഷുഗർ ഉണ്ട്. അത് അധികമായിട്ട് വരുമ്പോഴാണ് ഒരാൾക്ക് ഡയബറ്റീസ് എന്ന അസുഖം വരുന്നത്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ ഷുഗർ ഉണ്ടോ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ എന്താ തെറ്റാണ്. ബിക്കോസ് നമ്മുടെ എല്ലാവരുടെ ബോഡിയിലും ഷുഗർ കാണപ്പെടുന്നുണ്ട്. അത് കൂടി കഴിയുമ്പോൾ മാത്രമാണ് ഡയബറ്റീസ് വരുള്ളൂ. അല്ലാതെ നോർമലി എല്ലാവരുടെ ബോഡിയിലും എന്തുണ്ട്? ഷുഗർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കോമൺലി യൂസ് ചെയ്യുന്ന ഷുഗർ എന്ന ടേം നമ്മൾ ആരെയാണ് ശരിക്കും പറയേണ്ടത്? വാട്ടറിൽ സൊല്യൂബിളും മധുരവുമുള്ള കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ ഷുഗർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് 3 ഫോമുകളുണ്ട്, 3 ഫോംസിലുണ്ട്. ഷുഗർ ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, ഫൈബർ ഉണ്ട്. ഈ 3 ഷുഗറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നമ്മൾ വാട്ടറിൽ ആ ഷുഗറിന് ഇട്ട് കഴിഞ്ഞാൽ അലിയും, ഒപ്പം അവരുടെ ടേസ്റ്റ് എന്താണ്? മധുരം. അതിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ടേബിൾ ഷുഗർ ഓർ നമ്മുടെ പഞ്ചസാര. അതെന്താണ്? നമുക്കറിയാം, വെള്ളത്തിലിട്ട അലിഞ്ഞു പോകും, ഒപ്പം അതിന്റെ ടേസ്റ്റ് എന്താണ്? മധുരമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ്സിൽ ഷുഗർ എന്ന് പറഞ്ഞാൽ ഈ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഷുഗർ എന്ന് വിളിക്കുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റ്സ് ചിലപ്പോൾ എന്താവാം? കോംപ്ലക്സ് ആവാം അല്ലെങ്കിൽ സിമ്പിൾ ആവാം. അതായത് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസുകളാണ്, അതിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാർ ഭയങ്കര സിമ്പിൾ സ്ട്രക്ചറുള്ള ആൾക്കാരാവാം. 3 കാർബൺ ഉള്ള ആൾക്കാരുണ്ട്, 4 കാർബൺ ഉള്ള ആൾക്കാരുണ്ട്, 5 കാർബൺ, 6 കാർബൺ, 7 കാർബൺ, കുറേ കാർബൺ ഉള്ള ആൾക്കാരുണ്ട്. അതേപോലെ സ്ട്രെയിറ്റ് ചെയിൻ മാത്രമുള്ള ആൾക്കാരുണ്ട്, ബ്രാഞ്ചഡ് സ്ട്രക്ചറുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ സ്ട്രക്ചറിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരുന്ന ആൾക്കാർ അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി എവിടെ നിന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത്? നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? മിക്കവാറും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നത് പ്ലാന്റ്സിൽ നിന്നുമാണ്. ഈ പ്ലാന്റ്സിന് എവിടുന്ന കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത്? അവരെന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ്സ് അവരെന്ത് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റിനെ ഉണ്ടാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്ത് സൺലൈറ്റിന്റെ പ്രസൻസിൽ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോസിന്തസിസ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ്സ് എന്തുണ്ടാക്കുന്നത്? അവര് കാർബോഹൈഡ്രേറ്റിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊക്കെ സൂക്രോസ് എന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഈ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്നുണ്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, നമ്മൾ ജെർമിനേറ്റ് ചെയ്യുന്ന സീഡുകൾ, അതായത് മുളച്ചു വരുന്ന സീഡുകൾ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ അവരിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റ്, അമിനോ ആസിഡ്സ് ഇതിനൊക്കെ എന്താക്കി മാറ്റുന്നുണ്ട്? ഷുഗർ ആക്കി മാറ്റുന്നുണ്ട്. അതേപോലെ മിക്ക പ്ലാന്റ് സെൽസിനും എന്തിനുള്ള കഴിവുണ്ട്? നമ്മുടെ ഗ്ലൂക്കോസിനെ, ഫ്രക്ടോസിനൊക്കെ സൂക്രോസ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അതായത് ഇതിന്റെ ചുരുക്കം ഇത്ര മാത്രമാണ്. പ്ലാന്റ്സിലാണ് മിക്കവാറും എന്ത് സംഭവിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ട് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ കഴിക്കുന്ന ചോറ്, നമ്മൾ 2 നേരം അല്ലെങ്കിൽ ചില ആൾക്കാർ 3 നേരം ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചോറ് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? അരി നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? നെല്ല്. അത് എന്താണ്? ഒരു പ്ലാന്റ് ആണ് അല്ലെ. അപ്പൊ മിക്കവാറും നമ്മുടെ മിക്ക കാർബോഹൈഡ്രേറ്റ്സും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നുമാണ് കിട്ടുന്നത്. നോക്കൂ, ഇവിടെ കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓട്ട് മീൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓട്ട് മീല്, അതേപോലെ നമ്മുടെ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ, ബ്രെഡ്, പാസ്ത, നമ്മുടെ റൈസ്, ബനാന, സ്ട്രോബെറി, ലെൻറ്റിൽസ്, ക്യാരറ്റ്സ്, അതേപോലെ ഷേക്കുകൾ, പാക്കേജ്ഡ് ഷേക്ക് കിട്ടുമല്ലോ. പിന്നെ ഫ്രൂട്ട്സിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് വാട്ടർമെലൺ. പിന്നെ നമ്മുടെ ബെൽ പെപ്പർ, ക്യാപ്സിക്കം എന്ന് പറയുമല്ലോ അത്. പിന്നെ അമരപ്പയറ്, പിന്നെ ക്യുനോണ, ഇതൊക്കെ പാക്കേജ്ഡ് ഫുഡാണ്. ഓറഞ്ച്, പ്രോട്ടീൻ ബാർസ്, ക്രിപ്സ്, ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡിന്റെ. നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫ് എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ കഴിക്കുന്ന മിക്ക ഫുഡിലും എന്തുമായിരിക്കും? കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൽ തന്നെ
നമുക്ക് സിമ്പിൾ കാർബ്സ് ആൻഡ് കോംപ്ലെക്സ് കാർബ്സ് എന്ന് പറയാം. അതായത് ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്, ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കോംപ്ലെക്സ് കാർബ്സിനെയും സിമ്പിൾ കാർബ്സിനെയും അറിയുന്നുണ്ടായിരിക്കും. ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഏത് കാർബ്സ് ആണ് കഴിക്കാറ്? കോംപ്ലെക്സ് ആണോ സിമ്പിൾ കാർബ്സ് ആണോ? കോംപ്ലെക്സ് കാർബ്സ് ആണ് കഴിക്കാറുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സിമ്പിൾ കാർബ്സ് അടങ്ങിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മിഠായി, ജ്യൂസ്, ബിസ്ക്കറ്റ് അങ്ങനത്തെ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് കൂടും. അപ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്നു. അതുകൊണ്ട് സിമ്പിൾ കാർബ്സ് ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിന് നല്ലത് ഏതാണ്? കോംപ്ലെക്സ് കാർബുകളാണ്. അതിലെന്തും അടങ്ങിയിട്ടുണ്ടാവും? ഫൈബർ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല, പെട്ടെന്ന് അവര് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ പെട്ടെന്ന് റൈസ് ചെയ്യുന്ന ആൾക്കാരും അല്ല. അപ്പം അതാണ് കോംപ്ലെക്സ് കാർബ്സും സിമ്പിൾ കാർബ്സും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസുകളാണ്, പ്ലാന്റ്സിലും അനിമൽസിലും കാണപ്പെടുന്നു. എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ മൂന്നും കാണപ്പെടുന്ന റേഷ്യോ ഏത് റേഷ്യോയിലാണ് കാണുന്നത്? 1:2:1. മറക്കരുത്, 1:2:1. ഇനി കാർബോഹൈഡ്രേറ്റ്സിന്റെ എംപെരിക്കൽ ഫോർമുല ഓർ ജനറൽ ഫോർമുല എന്താണ്? CnH2ON. മറക്കരുത്, CnH2ON. N മീൻസ് എത്രയാണ്, ഇപ്പൊ കാർബൺ എത്ര എണ്ണം കാണുന്നു, അതേപോലെ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ എത്ര എണ്ണം കാണും. N മീൻസ് നമ്പർ ഓഫ് ദാറ്റ് ആറ്റം. ഓക്കെ, അപ്പൊ ഇതാണ് അവരുടെ ജനറൽ ഫോർമുല വരുന്നത്. ഇവരെന്താണ് നമ്മുടെ നേച്ചറിൽ കാണുന്ന ദ മോസ്റ്റ് കോമൺ ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ എന്താണ് മെയിൻ ന്യൂട്രിയൻ്റ് ആണ്? കാർബോഹൈഡ്രേറ്റ്. 3 ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് ഫുഡിൽ കാണപ്പെടുന്നത്: ഷുഗർ, സ്റ്റാർച്ച്, ഫൈബർ. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ദേ ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ്. അല്ലെങ്കിൽ ഈ കീറ്റോൺസിന് ആൽഡിഹൈഡ്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും എപ്പോൾ? ഈ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഹൈഡ്രോലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് പ്ലാന്റ്സിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഫുഡിൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കാർബോഹൈഡ്രേറ്റ്സ് മിക്കവാറും വരുന്നത് എന്തിൽ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നുമാണ്. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യം. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ a lot of functions ആണ് കാർബോഹൈഡ്രേറ്റ്സിന് വരുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് പറയാം, നമ്മുടെ ബോഡിയിലെ മെയിൻ എനർജി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. അതായത് നമ്മുടെ ബോഡിക്ക് എനർജി വേണം. ആ എനർജി കൂടുതലും ഏത് ടൈപ്പ് ഓഫ് ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റിൽ നിന്നും. നമ്മളുണ്ടല്ലോ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിച്ചു എന്ന് വിചാരിക്കാം. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അതിൽ നിന്നും നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് 4 കിലോ കാലോറീസ് ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ നമ്മുടെ ബോഡിക്ക് എത്ര എനർജി കിട്ടുന്നു? 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും 4 കിലോ കാലോറി എനർജിയാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഫാറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ എനർജി കിട്ടും. 1 ഗ്രാം ഓഫ് ഫാറ്റിൽ നിന്നും 9 കിലോ കാലോറീസ് ഓഫ് എനർജിയാണ് കിട്ടുന്നത്. ബട്ട് നമ്മുടെ ബോഡി എനർജിക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും കാർബോഹൈഡ്രേറ്റിനെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും എനർജി പ്രൊഡക്ഷൻ നടന്നു എന്ന് വിചാരിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചു. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്കൊരു വീക്കെൻഡ് ആണ്, സൺഡേ ആണെന്ന് വിചാരിക്കാം. ചോറ് കഴിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ നേരെ എന്താ പോയിട്ട് ചെയ്യുക? പോയി കിടന്നുറങ്ങും അല്ലേ? കാരണം വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഉച്ചമയക്കം. അപ്പം നമ്മൾ ചോറ് കഴിച്ചിട്ട് നേരെ പോയിട്ട് കിടന്നുറങ്ങുവാണ്. അങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ ചോറിൽ നിന്നും നമ്മൾ കഴിച്ച ഒരു ഉച്ചത്തെ മീലിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ നമ്മൾ ഉറങ്ങുവാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി ആ എനർജീനെ യൂസ് ആക്കുന്നില്ല. ഉറങ്ങാൻ പ്രത്യേകിച്ച് എനർജി ഒന്നും വേണ്ട അല്ലെ? അപ്പൊ നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തു, എന്നാൽ ആ എനർജി കൊണ്ട് ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ആ എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ വരുന്ന ഒരു ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കും. എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക? കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നുള്ള എനർജീനെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും? സ്റ്റാർച്ച് ആയിട്ടും ഗ്ലൈക്കോജൻ ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൽ ആ സമയത്ത് എനർജി വേണ്ട. അപ്പോൾ ബോഡി എന്താ ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്സിനെ
ഇപ്പോൾ പ്ലാന്റ്സിലാണെങ്കിൽ അതിനെ സ്റ്റാർച്ച് ആക്കി മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ആനിമൽ ബോഡിയിലാണെങ്കിൽ ആ ഒരു കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ആ ഒരു സമയത്ത് എന്താണ്, കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് എനർജി വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പിന്നെ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാന്റ് ബോഡിയിലാണെങ്കിൽ സ്റ്റാർച്ച് എന്ന കാർബോഹൈഡ്രേറ്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ആനിമൽ ബോഡിയിലാണെങ്കിലോ ഗ്ലൈക്കോജൻ എന്ന കാർബോഹൈഡ്രേറ്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എപ്പോഴാണോ പിന്നെ യൂസ് വരുന്നത് അപ്പോൾ അതിനെടുത്ത് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇനിയും കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ എക്സസ് ആണ്. അപ്പം എന്ത് ചെയ്യും, അതിനെ പിന്നെ ഫാറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകളാണ് ഗ്ലൈക്കോ പ്രോട്ടീന്, ഗ്ലൈക്കോലിപ്പിഡ്. ഗ്ലൈക്കോ പ്രോട്ടീൻ മീൻസ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും കൂടെ ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഗ്ലൈക്കോ പ്രോട്ടീൻ. ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റും ലിപ്പിഡും കൂടെ ചേർന്നിട്ടുണ്ടായിട്ടുള്ളതാണ് ഗ്ലൈക്കോലിപ്പിഡ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫോർമേഷന് ആര് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം അല്ലേ. അപ്പോൾ ഈ ഗ്ലൈക്കോലിപ്പിഡും ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ സെല്ലിൻ്റെ മെംബ്രെയിനിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ സെല്ലിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഭാഗമാണ് ഇവർ. പിന്നെ എന്താണ്, കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫാറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രിക്കേഴ്സറുകളാണ് ആര്, കാർബോഹൈഡ്രേറ്റ്. ഇനി കുറേ ഓർഗാനിസം, ഇപ്പോൾ ഇൻസെക്ട്സ്, അതേപോലെ പ്ലാന്റ്സ്, മൈക്രോ ഓർഗാനിസം, ഇവരുടെ ഒക്കെ ബോഡീൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻറ്റുകളാണ് കാർബോഹൈഡ്രേറ്റ്. ഒരു എക്സാമ്പിൾ പറയാം, പ്ലാന്റ്സിൻ്റെ സെൽ വാൾ. പ്ലാന്റ്സിൻ്റെ സെൽ വാളിൽ കാണപ്പെടുന്നതാണ് സെല്ലുലോസ്. ഈ സെല്ലുലോസ് എന്താണ്, ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതേപോലെ നമ്മൾ ഇൻസെക്ട്സിൻ്റെ ആ ഒരു എക്സോസ്കെലിറ്റനിൽ കാണുന്നതാണ് കൈറ്റിൻ എന്ന കാർബോഹൈഡ്രേറ്റ്. പിന്നെ മൈക്രോ ഓർഗാനിസം, അവരുടെ സെൽ വാളിലും എന്ത് കാണപ്പെടുന്നു, ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സ് കാണപ്പെടുന്നു. അപ്പോൾ കുറേ ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻറ്റുകളാണ് ആര്, കാർബോഹൈഡ്രേറ്റ്. ഇനി നമ്മുടെ ഗ്ലൂക്കോസ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇപ്പം നെർവസ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗ്ലൂക്കോസ് വേണം. അതേപോലെ നമ്മുടെ ബ്രെയിനിന് മെയിനായിട്ട് എനർജി കിട്ടുന്നത് ഈ ഒരു ഗ്ലൂക്കോസിൽ നിന്നുമാണ്. അപ്പോൾ എങ്ങാനും നമ്മുടെ ബോഡിയിൽ കുറച്ചധികം കാലം ഗ്ലൂക്കോസ് കിട്ടിയിട്ടില്ല, ഗ്ലൂക്കോസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബ്രെയിനിന് നല്ല ഡാമേജ് ഒക്കെ വരും. അപ്പം അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, ബോത്ത് ഫോർ അവർ നെർവസ് ടിഷ്യൂവിനും ബ്രെയിനും ആണ് ആര്, ഈ ഒരു ഗ്ലൂക്കോസ്. പിന്നെ കാർബോഹൈഡ്രേറ്റിന് അടുത്തൊരു ഫംഗ്ഷനാണ് പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ. കാർബോഹൈഡ്രേറ്റ്സിന് എന്ത് ഫംഗ്ഷൻ ഉണ്ട്, പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ. അതായത് ഞാൻ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മുടെ ബോഡി മെയിനായിട്ട് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടാതെ പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും നമ്മുടെ ബോഡിക്ക് എനർജീനെ ഉണ്ടാക്കാം. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എനർജീനെ ഉണ്ടാക്കാമെങ്കിലും ബോഡി മെയിനായിട്ട് ആദ്യം ആരെയാണ് യൂസ് ചെയ്യുക എനർജിക്ക് വേണ്ടിയിട്ട്, കാർബോഹൈഡ്രേറ്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല, അതായത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും കാർബോഹൈഡ്രേറ്റിനെ കിട്ടുന്നില്ല. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന പ്രോട്ടീനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് ആ ഗ്ലൂക്കോസിൽ നിന്നും എനർജി കിട്ടും. അപ്പം എന്താ പ്രശ്നം, ശരിക്കും നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടത്, നമ്മുടെ സെല്ല്, ടിഷ്യൂ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മസിൽ ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ വേണ്ടത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിനുള്ള പ്രോട്ടീൻസിനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുവാണ്, കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് പ്രോട്ടീൻസിന് എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ അതെന്തായി, നമ്മുടെ ബോഡിയിൽ ഒരു പ്രശ്നമായി. കാരണം ടിഷ്യൂ ബിൽഡിങ്ങിന് വേണ്ടി കിട്ടേണ്ട പ്രോട്ടീൻസിന് അതിന് വേണ്ടി കിട്ടുന്നില്ല, പകരം അതിനെ മറ്റൊരു യൂസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇത് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്തപ്പോഴാണ് ഇങ്ങനെ നടക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോപ്പറായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ പ്രോട്ടീൻസിനെ ഒന്നും എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യില്ല, പകരം പ്രോട്ടീൻസിനെ അതിൻ്റെ ടിഷ്യൂ ബിൽഡിങ്ങിന് തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യാണ്, പ്രോട്ടീൻസിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ കൊടുക്കുകയാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റ് മെറ്റബോളിസത്തിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഫാറ്റിന്റെ മെറ്റബോളിസം നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കാർബോഹൈഡ്രേറ്റ് വേണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഇല്ല എങ്കിൽ ബോഡി പോയിട്ട് ഫാറ്റിനെയും പ്രോട്ടീനെയും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലാർജ് എമൗണ്ടിൽ ഫാറ്റിന് എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്താലുണ്ടല്ലോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ചില കോമ്പൗണ്ടുകളുടെ പ്രൊഡക്ഷൻ നടക്കും. അതിൻ്റെ പേരാണ് കീറ്റോൺ ബോഡീസ്. അതുണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ ബോഡിയിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി ലാർജ് എമൗണ്ട് ഓഫ് ഫാറ്റിന് എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് സബ്സ്റ്റൻസിൻ്റെ അക്യുമുലേഷൻ നടക്കുന്നു. കീറ്റോൺ ബോഡീസിൻ്റെ അക്യുമുലേഷൻ നടക്കുന്നു. അപ്പോൾ കീറ്റോൺ ബോഡീസിൻ്റെ അക്യുമുലേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ്സ് നോർമലി ഫാറ്റ് മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഫംഗ്ഷനാണ് കാർബോഹൈഡ്രേറ്റ്സ്. എന്താണ്? ന്യൂക്ലിയിക് ആസിഡിന്റെ പ്രിക്കഴ്സേഴ്സ് ആണ്. ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ DNA, RNA അതിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഫംഗ്ഷൻ നോക്കൂ, ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷൻ. എന്താണ് ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡീടോക്സിഫിക്കേഷൻ മീൻസ് വിഷാംശമായിട്ടുള്ള സാധനങ്ങളെ അതിൻ്റെ ആ ഒരു വിഷാംശം മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഡീടോക്സിഫൈയിങ് ഡ്രിങ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? തടി ഓർക്കുന്ന ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും ഡീടോക്സിഫൈയിങ് ഡ്രിങ്ക്. അപ്പോൾ അതന്നെയാണ് നമ്മുടെ ബോഡിയിൽ നിന്നും ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക. അതാണ് ഡീടോക്സിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആർക്കുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതായത് ഗ്ലൂക്കറോണിക് ആസിഡ് എന്ന ഒരു കോമ്പൗണ്ട്, ഗ്ലൂക്കോസിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് ഗ്ലൂക്കറോണിക് ആസിഡ്. ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ ഡീടോക്സിഫൈയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതെന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഫീനോളിക് ഗ്രൂപ്പ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ എന്താണ് ഹാംലെസ് ആക്കി മാറ്റുവാണ്. ആ ഹാംലെസ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ നടത്തി നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. ഇത് ആരുടെ ഫംഗ്ഷൻ ആണ്? ഗ്ലൂക്കറോണിക് ആസിഡിന്റെ ഫംഗ്ഷൻ ആണ്, വിച്ച് ഇസ് എ മെറ്റബോളൈറ്റ് ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പോൾ അതാണ് ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷൻ. പിന്നെ ഒരു ഫംഗ്ഷൻ ആണ് റഫേജ് ഓഫ് ദ ഡയറ്റ്. അതായത് ഫൈബറുകൾ. ഞാൻ പറഞ്ഞു ഫൈബർ എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഓർ എ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് എന്ത് ചെയ്യും? നന്നായിട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിന് ഫുഡിന് ഒരു ബൾക്ക് കൊടുത്തിട്ട് ഫുഡിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? ഫൈബർ. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതായിട്ടുള്ള ആൾക്കാരാണ് എന്ത്? ഈ ഒരു ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് കടക്കാം. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വേറെ പേരാണ് സാക്കറൈഡ്സ്. എന്താണ്? സാക്കറൈഡ്സ്. ഇപ്പൊ ഗ്രീക്കില് സാക്കറോൺ എന്ന വേർഡിന്റെ മീനിങ് ഷുഗർ എന്നാണ്. അതിൽ നിന്നുമാണ് ഈ ഒരു സാക്കറൈഡ്സ് എന്ന പേര് വിളിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ 3 എണ്ണായിട്ടാണ് 3 ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ? അവരില് എത്ര ഷുഗർ യൂണിറ്റ്സ്, ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഷുഗർ യൂണിറ്റ്. ഒരു ഷുഗർ യൂണിറ്റ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ മോണോസാക്കറൈഡ് എന്ന് വിളിക്കുന്നത്. മോണോ എന്നതിന്റെ മീനിങ് എന്താണ്? 1 എന്നാണ്. അപ്പോൾ ഒരു ഒറ്റ ഷുഗർ യൂണിറ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോസാക്കറൈഡ്സ്. ഓക്കെ, 2 മുതൽ 10 ഷുഗർ യൂണിറ്റ്സ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഒലിഗോസാക്കറൈഡ്സ്. ഇനി 10ൽ കൂടുതൽ ഷുഗർ യൂണിറ്റ്സ് ഉള്ള ആൾക്കാരാണ് ആര്? പോളിസാക്കറൈഡ്സ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഷുഗർ യൂണിറ്റ്സ്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, ഒലിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ്. ഇതില് മോണോസാക്കറൈഡും ഒലിഗോസാക്കറൈഡും ഇവർക്കൊരു ഏകദേശം
മധുരം ടേസ്റ്റിലുള്ളവരായിരിക്കും. അതേപോലെ ഇവരുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽസ് പോലെ, അതായത് നമ്മുടെ സാധാരണ പഞ്ചസാര ഉണ്ടല്ലോ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും. അതേപോലെ നമ്മൾ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർ സൊല്യൂബിൾ ആയിരിക്കും, അതായത് നമ്മുടെ ഷുഗറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇവർ. ഇപ്പൊ മോണോസാക്രൈഡ്സും ഒലിഗോസാക്രൈഡ്സും എന്താണ്? ഷുഗർ ആണ് മെയിൻ ആയിട്ട്. ബട്ട് പോളിസാക്രൈഡ്സ് അങ്ങനെയല്ല, അവർക്ക് സ്വീറ്റ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കില്ല, അവർ ചിലപ്പോഴായിരിക്കും വാട്ടറിൽ സൊല്യൂബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ മോണോസാക്രൈഡ്സും ഒലിഗോസാക്രൈഡ്സും എന്താണ്? ദേ ആർ ഷുഗേഴ്സ് ആണ്. ആദ്യം നമുക്ക് മോണോസാക്രൈഡിനെ കുറിച്ചിട്ട് പഠിക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റുകളാണ് മോണോസാക്രൈഡ്സ്. ബിക്കോസ് അവരിൽ ഒരു വൺ ഷുഗർ യൂണിറ്റ് ആണ് ആകെ കാണപ്പെടുന്നുള്ളൂ. മോണോ മീൻസ് വൺ, ഒരൊറ്റ ഷുഗർ യൂണിറ്റ് കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ ഏറ്റവും സിംപ്ലസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആയത്. അതുകൊണ്ട് തന്നെ അവരെന്തും കൂടെ വിളിക്കുന്നു? സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ജനറൽ ഫോർമുല നമ്മൾ ആദ്യം പഠിച്ചില്ലേ, ആ സെയിം തന്നെയാണ് CnH2ON. അതാണ് അവരുടെ ജനറൽ ഫോർമുല. പിന്നെ ഇവർ മോണോസാക്രൈഡുകളാണ്, ഏറ്റവും സിമ്പിളാന്ന് നമ്മൾ പറഞ്ഞു, ഒരൊറ്റ ഷുഗർ യൂണിറ്റേ കാണുന്നുള്ളൂ. അപ്പൊ ഇവരെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രോലൈസിസ് നടത്താൻ പറ്റില്ല, ഇവരിൽ ബോണ്ട് ബ്രേക്കിംഗ് നടത്താൻ പറ്റില്ല. ബിക്കോസ് ഇവര് രണ്ടാൾക്കാർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളതൊന്നല്ല. രണ്ടാൾക്കാർ ജോയിൻ ചെയ്താലല്ലേ നമുക്കതിനെ എന്തിയാക്കാൻ പറ്റുള്ളൂ? പകുതിയാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാൾക്കാർ വന്നാൽ രണ്ട് സബ്സ്റ്റൻസുകൾ ജോയിൻ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ രണ്ട് സബ്സ്റ്റൻസുകളെ എന്താക്കാൻ പറ്റും? ബ്രേക്ക് ആക്കാൻ പറ്റും. പക്ഷെ മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഷുഗർ യൂണിറ്റേ ഉള്ളൂ. അപ്പൊ അതിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഹൈഡ്രോലൈസിസ് നടത്താൻ പറ്റില്ല. ഓക്കെ, അതാണ് മോണോസാക്രൈഡ്സിന്റെ പ്രത്യേകത. ഇനി മോണോസാക്രൈഡ്സിനെ പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ, ഒന്ന് അവരിൽ കാണപ്പെടുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ബേസിസിൽ, പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോണോസാക്രൈഡ്സിൽ എത്ര കാർബൺ കാണപ്പെടുന്നു, ഈ രണ്ട് കാര്യത്തിന്റെ ബേസിസിൽ അവരെ പിന്നെ രണ്ട് ഗ്രൂപ്പുകളാക്കിയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തതാണ് ആൾഡോസസ് എന്ന ഗ്രൂപ്പ്. അതായത് ഞാൻ ആദ്യം കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് കാണുന്നത്. അപ്പൊ ചില മോണോസാക്രൈഡ്സിൽ എന്തായിരിക്കും? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കും കാണുന്നുണ്ടായിരിക്കാം. അവരെ നമുക്ക് എന്ത് വിളിക്കാം? ആൽഡോസസ് എന്ന് വിളിക്കാം. ആ മോണോസാക്രൈഡിനെ എന്ത് വിളിക്കാം? ആൽഡോസസ്. എപ്പോഴാണ് നമ്മൾ ഒരു മോണോസാക്രൈഡിനെ ആൽഡോസസ് എന്ന് വിളിക്കുന്നത്? അവരിൽ കാണുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണെങ്കിൽ. അപ്പൊ അങ്ങനെ ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള മോണോസാക്രൈഡിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ആൽഡോസസിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലിസറാൾഡിഹൈഡും ഗ്ലൂക്കോസും. ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്? ഗ്ലിസറാൾഡിഹൈഡ് ആൻഡ് ഗ്ലൂക്കോസ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ചില മോണോസാക്രൈഡ്സിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരായിരിക്കും? കീറ്റോൺ ഗ്രൂപ്പ് ആയിരിക്കും. കീറ്റോസ്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കീറ്റോസസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ആരൊക്കെ? ഫ്രക്ടോസും ഡൈഹൈഡ്രോക്സി അസറ്റോണും. എന്താണ്? ഫ്രക്ടോസ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. അപ്പോൾ അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ഓർ കാറ്റഗറൈസേഷൻ. ഇനി എന്തിന്റെ ബേസിസിലാണ് അടുത്ത കാറ്റഗറൈസേഷൻ? ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റം. എത്ര കാർബൺ ആറ്റം ആണ് അവരിൽ കാണപ്പെടുന്നത്? ഇപ്പൊ നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. ഈ ഗ്ലിസറാൾഡിഹൈഡിൽ ആകെ കാണുന്നത് 3 കാർബൺ ആറ്റം ആണ്. അതേപോലെ ഗ്ലൂക്കോസ് എടുത്ത് നോക്കിയാൽ ഗ്ലൂക്കോസിലാണെങ്കിൽ 6 കാർബൺ ആറ്റം കാണും. അപ്പോൾ ഈ മോണോസാക്രൈഡിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട് അതിന്റെ ബേസിസിൽ നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാം. 3 കാർബൺ ആറ്റം ഉള്ള മോണോസാക്രൈഡ്സിനെ നമുക്ക് ട്രയോസിസ് എന്ന് വിളിക്കാം. ട്രൈ മീൻസ് എന്താണ്? 3 എന്നാണ് അല്ലെ. അപ്പൊ 3 കാർബൺ ആറ്റംസ് ഉള്ള മോണോസാക്രൈഡ്സിനെ എന്ത് വിളിക്കാം? ട്രയോസിസ്. ഇനി 4 കാർബൺ ആറ്റം ഉള്ള മോണോസാക്രൈഡ് ആണെങ്കിലോ? ടെട്രോസിസ്. ടെട്ര മീൻസ് 4. അപ്പോൾ 4 കാർബൺ ആറ്റം ഉള്ള മോണോസാക്രൈഡിനെ എന്ത് വിളിക്കാം? ടെട്രോസിസ് എന്ന് വിളിക്കാം. ഇനി 5 കാർബൺ ആറ്റം ഉള്ള ആൾക്കാരാണെങ്കിൽ പെൻഡോസസ്. 6 കാർബൺ ആറ്റം ഉള്ള മോണോസാക്രൈഡിനെ എന്ത് വിളിക്കാം? ഹെക്സോസസ്. 7 കാർബൺ ആറ്റം ഉള്ള മോണോസാക്രൈഡിനെ എന്ത് വിളിക്കാം? ഹെപ്റ്റോസസ്. അപ്പോൾ ഓരോ മോണോസാക്രൈഡിലും എത്ര നമ്പർ ഓഫ് കാർബൺ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രയോസ് ആണോ, ടെട്രോസ് ആണോ, പെൻഡോസ് ആണോ, ഹെക്സോസ് ആണോ, ഹെപ്റ്റോസ് ആണോ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടിന്റെ ബേസിസിൽ നമുക്കൊരു മോണോസാക്രൈഡിനെ പറയാം. അതായത് ഗ്ലൂക്കോസ്.
ഗ്ലൂക്കോസിൽ കാണപ്പെടുന്നത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ആൽഡോസ് ആണ്, ആൽഡിഹൈഡ് ആണ് അല്ലെ. അതൊരു ആൽഡോസ് ആണ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ആണ് ഗ്ലൂക്കോസിൽ കാണപ്പെടുന്നത്. അപ്പൊ ഗ്ലൂക്കോസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്ലൂക്കോസ് ഇസ് എ ആൽഡോഹെക്സോസ്. ഗ്ലൂക്കോസ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആൽഡോഹെക്സോസ് ബിക്കോസ് അതിൽ കാണപ്പെടുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്. അതിൽ 6 കാർബൺ ആറ്റം കാണുന്നു. അപ്പൊ ഗ്ലൂക്കോസിനെ എന്ത് വിളിക്കാം? ആൽഡോഹെക്സോസ് എന്ന് വിളിക്കാം. ഇനി ഫ്രക്ടോസിനെ നോക്കുകയാണ്. ഫ്രക്ടോസ് എന്ന കാർബോഹൈഡ്രേറ്റിനെ നോക്കുകയാണെങ്കിൽ, എന്ന മോണോസാക്രൈഡിനെ നോക്കുകയാണെങ്കിൽ, ഫ്രക്ടോസിലും ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ഗ്രൂപ്പാണ് ആൻഡ് അതിൽ 6 കാർബൺ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഫ്രക്ടോസിനെ നമുക്ക് എന്ത് വിളിക്കാം? കീറ്റോഹെക്സോസ്. എന്താണ്? കീറ്റോഹെക്സോസ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഫ്രക്ടോസിന്റെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഗ്ലൂക്കോസിന്റെ നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6. 6 കാർബൺ ആറ്റമാണ് ഉള്ളത്. ഇനി അപ്പൊ നമുക്ക് മനസ്സിലായി ഗ്ലൂക്കോസ് എന്താണ്? ഒരു ഹെക്സോസ് ആണ്. ഇനി അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? നോക്കിയേ, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ്? CHO ഫങ്ഷണൽ ഗ്രൂപ്പ്. CHO മീൻസ് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഗ്ലൂക്കോസ് എന്താണ്? ആൽഡോ ഹെക്സോസ് ആകുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോളി ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്നാ പറഞ്ഞത് അല്ലേ. ഇവിടെ നോക്കൂ, എത്ര ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കണ്ടോ? OH ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്. ഓക്കെ. ഇനി ഫ്രക്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിലോ, ഫ്രക്ടോസിൽ എത്ര കാർബൺ ആറ്റം ആണ്? 1 2 3 4 5 6. അപ്പൊ അതെന്തായി? അതൊരു ഹെക്സോസ് ആണ്. ഇനി ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാ കാണപ്പെടുന്നത്? നോക്കിക്കേ, C ഡബിൾ ബോണ്ട് O, ദാറ്റ് ഇസ് കീറ്റോൺ ഗ്രൂപ്പ്. അപ്പൊ ഫ്രക്ടോസ് എന്താണ്? കീറ്റോഹെക്സോസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോണോസാക്രൈഡ്സിൽ ഇങ്ങനെ നമുക്ക് അവരെ ആൽഡോഹെക്സോസ്, കീറ്റോഹെക്സോസ് എന്നൊക്കെ നമുക്ക് അവരെ വിളിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ഈ 2 ട്രയോസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 കാറ്റഗറൈസേഷൻ പറഞ്ഞു മോണോസാക്രൈഡിൽ. അതിന്റെ ബേസിസിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രയോസ് 3 കാർബൺ അടങ്ങിയിട്ടുള്ള മോണോസാക്രൈഡ് ആണ് ഗ്ലിസറാൾഡിഹൈഡും ഡൈഹൈഡ്രോക്സി അസറ്റോണും. അതിൽ ഗ്ലിസറാൾഡിഹൈഡ് ഒരു ആൽഡോസ് ആണ്, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഒരു കീറ്റോസ് ആണ്. ഇനി ടെട്രോസ് 4 കാർബൺ അടങ്ങിയിട്ടുള്ള മോണോസാക്രൈഡ്. അതിൽ ടെട്രോസിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് എറിത്രോസും എറിത്രോലോസും. എറിത്രോസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് അതിൽ കാണുന്നത്. എറിത്രോലോസ് ആണെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ആണ് കാണുന്നത്. ഇനി പെൻഡോസസ് 5 കാർബൺ അടങ്ങിയിട്ടുള്ളവര്. അവരുടെ എക്സാമ്പിൾ നോക്കൂ, റൈബോസ് ആണ്. റൈബോസ് ഒരു ആൽഡോസ് ആണ്. റൈബുലോസ് അല്ലെങ്കിൽ റിബുലോസ് എന്നും പറയാം. ആൻഡ് ഇറ്റ് ഇസ് എ കീറ്റോസ്. ഇനി ഹെക്സോസസ് 6 കാർബൺ അടങ്ങിയിട്ടുള്ള മോണോസാക്രൈഡ്. എക്സാമ്പിൾസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഒരു ആൽഡോസ് ആണ്. ഫ്രക്ടോസ് ഒരു കീറ്റോസ് ആണ്. ഹെപ്റ്റോസസ് 7 കാർബൺ അടങ്ങിയിട്ടുള്ള ആൾക്കാർ. അതിന്റെ എക്സാമ്പിൾസ് നോക്കൂ, ഗ്ലൂക്കോ ഹെപ്റ്റോസ് ആൻഡ് സെഡോ ഹെപ്റ്റുലോസ്. ഗ്ലൂക്കോ ഹെപ്റ്റോസിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. സെഡോ ഹെപ്റ്റുലോസ് കീറ്റോൺ ഗ്രൂപ്പാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡാഷ് ഈസ് ദ കാർബോഹൈഡ്രേറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 4 കാർബൺ ആൻഡ് എ കീറ്റോൺ ഗ്രൂപ്പ്. അങ്ങനെ ചോദിച്ചാൽ ഏത് ആൻസർ വരിക? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, അതിൽ 4 കാർബൺ അടങ്ങിയിട്ടുണ്ട് ആൻഡ് അതിലൊരു കീറ്റോൺ ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ട്. C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏതാ നമ്മുടെ ആൻസർ വരിക? ഏതാണ്? എറിത്രോലോസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കും, മോണോസാക്രൈഡ്സിന്റെ ഒപ്പം അവരുടെ എംപെരിക്കൽ ഫോർമുലാസും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ട്രയോസ് ആവുമ്പോൾ 3 കാർബൺ ആറ്റം ആണ്. അപ്പൊ അതിൽ ഓക്സിജൻ എത്ര ഉണ്ടാവും? 3 എണ്ണം. ബിക്കോസ് റേഷ്യോ ആലോചിച്ച് നോക്കിയാൽ മതി. കാർബോഹൈഡ്രേറ്റ്സിന്റെ റേഷ്യോ എന്തായിരുന്നു? 1:2:1. അപ്പോൾ 3 ട്രയോസിൽ 3 കാർബൺ ആറ്റം ആണെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടാവും? 3 ഓക്സിജൻ ആറ്റം. എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 6. സിമ്പിൾ അല്ലേ? ഹെപ്റ്റോസിസ് നോക്കൂ, 7 കാർബൺ ആണ്. അപ്പൊ 7 ഓക്സിജൻ ഉണ്ടാവും. എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 14 ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ എംപെരിക്കൽ ഫോർമുല ജസ്റ്റ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. എത്ര കാർബൺ ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എത്ര കാർബൺ ഉണ്ട് എന്ന് അറിയാനും എളുപ്പമാണ്. കാരണം ട്രയോസ്, ടെട്രോസ്, പെൻഡോസ് ആ ഒരു പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ എത്ര കാർബൺ ഉണ്ട് എന്ന്. ഓക്കെ. അപ്പൊ നമുക്കിനി നമ്മുടെ മോണോസാക്രൈഡ് ഗ്ലൂക്കോസിനെ കുറിച്ച് ഒന്ന് നോക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ്.
അപ്പോൾ ഗ്ലൂക്കോസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഡെക്സ്ട്രോസ്. ഗ്ലൂക്കോസിൻ്റെ വേറെ പേരാണ് എന്ത്? ഡെക്സ്ട്രോസ്. അതൊരു ഹെക്സോസ് ആണ്. മീൻസ് അതിൽ 6 കാർബൺ ആണ് അടങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്ട്രക്ചർ കണ്ടതാണ്. ഇത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് കൂടിയാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡിൽ ഗ്ലൂക്കോസ് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മധുരമുള്ള മിക്ക ഫുഡിലും ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും. ഹണി ആയിക്കോട്ടെ, ഷുഗർ അടങ്ങിയിട്ടുള്ള ബേക്കറീസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ്, ഫ്രൂട്ട് ജ്യൂസസ്, പിന്നെ വെജിറ്റബിൾസ്, ബിസ്ക്കറ്റുകൾ, കേക്ക്, അതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഗ്ലൂക്കോസിന്റെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്താണ്? അതൊരു ഫ്യൂവലാണ്, എനർജി തരുന്ന ഒരു കോമ്പൗണ്ട് ആണ്. മിക്ക ഓർഗൻസിനും എനർജി കിട്ടുന്നുണ്ട് ഫ്രം ഗ്ലൂക്കോസ്. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ ആണ് ബ്രെയിൻ. ബിക്കോസ് ബ്രെയിനിന് എനർജി കിട്ടുന്നത് എവിടെ നിന്നുമാണ്? ഫ്രം ഗ്ലൂക്കോസിൽ നിന്നുമാണ്. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഫോർ എനർജി പ്രൊഡക്ഷൻ. ഇനി ഫ്രക്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രക്ടോസിന്റെ വേറൊരു പേരാണ് ലെവലോസ്. എന്താണ്? ലെവലോസ് എന്നാണ് ഫ്രക്ടോസിന്റെ വേറൊരു പേര്. ഫ്രക്ടോസും എന്തിലൊക്കെ കാണപ്പെടുന്നു? ഹണിയിൽ കാണുന്നുണ്ട്, ഫ്രൂട്ട്സിൽ, വെജിറ്റബിൾസിലൊക്കെ ഫ്രക്ടോസ് നാച്ചുറലി കാണപ്പെടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന മിക്ക ഫുഡുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഫ്രക്ടോസ് യൂസ് ചെയ്യുന്നുണ്ട്. ബീവറേജസ്, പ്രോസസ്ഡ് ഫുഡിലൊക്കെ അതിൽ ഒരു മധുരം ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഫ്രക്ടോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ മോണോസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾ ആണ്. അതല്ലാതെ മോണോസാക്രൈഡ്സിൻ്റെ മറ്റ് എക്സാമ്പിൾസ് ആണ് ഗാലക്ടോസ് മിൽക്കിലാണ് കാണുന്നത്. പിന്നെ സൈലോസ്, അറാബിനോസ് വൈനിലും ബിയറിലും കാണപ്പെടുന്നുണ്ട്. ഫ്രൂട്ട്സിൽ കാണുന്ന മാനോസ്, ഹ്യൂമൻ മിൽക്കിലും ബ്രാനിലും കാണപ്പെടുന്ന ഫ്യൂക്കോസ്. ഇതൊക്കെ മോണോസാക്രൈഡ്സിൻ്റെ മറ്റ് എക്സാമ്പിൾസ് ആണ്. മോണോസാക്രൈഡ് മീൻസ് ഒരു ഒറ്റ ഷുഗർ യൂണിറ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോസാക്കറൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഒലിഗോസാക്കറൈഡ്. ഏതാണ്? ഒലിഗോസാക്കറൈഡ്. ഇത് ഗ്രീക്ക് എന്നാണ് കേട്ടോ, ഗ്രീക്ക് അല്ല, ഗ്രീക്ക് ആണ്. ഒലിഗോസാക്കറൈഡ്സിലെ ഒലിഗോ എന്ന വേർഡിന്റെ മീനിങ് ഫ്യൂ എന്നാണ്. അപ്പോൾ കുറച്ച് ഷുഗർ യൂണിറ്റ്സ് കാണുന്നവരാണ് ഒലിഗോസാക്കറൈഡ്സ്. അതായത് 2 മുതൽ 10 ഷുഗർ യൂണിറ്റ്സ് കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒലിഗോസാക്കറൈഡുകൾ ഉണ്ടായിട്ടുള്ളത് മോണോസാക്കറൈഡ്സ് ചേർന്നിട്ടാണ്. ഇപ്പോൾ 2 ഷുഗർ യൂണിറ്റ് ഉള്ള ഒലിഗോസാക്കറൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 2 മോണോസാക്കറൈഡ്സ് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി 3 ഷുഗർ യൂണിറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഒലിഗോസാക്കറൈഡ് എങ്ങനെയാണ് ഉണ്ടാവുക? 3 മോണോസാക്കറൈഡുകൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ് മോളിക്യൂൾസ് ചേർന്നിട്ട് ഉണ്ടാകുന്നവരാണ് ആര്? ഒലിഗോസാക്കറൈഡ്. അപ്പൊ നമ്മൾ ഈ ഒലിഗോസാക്കറൈഡ്സിന്റെ ഹൈഡ്രോലൈസിസ് നമുക്ക് നടത്താൻ പറ്റും. നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോണോസാക്കറൈഡ് കിട്ടും. ബിക്കോസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് മോണോസാക്കറൈഡ്. ഒരു മോണോസാക്കറൈഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവരുടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മോണോസാക്കറൈഡ്സിനെ തന്നെ കിട്ടും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളെ വീടിന്റെ ചുമര് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാക്കുന്നത്? കുറേ ബ്രിക്കുകൾ ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അങ്ങനെ കുറേ ബ്രിക്കുകൾ ചേർത്ത് വെച്ച് നമുക്ക് എന്ത് കിട്ടി? ഒരു ചുമര് കിട്ടി. അപ്പൊ അവിടെ ബ്രിക്കുകളെ നമ്മൾ മോണോസാക്കറൈഡുകളായിട്ട് സങ്കല്പിക്കുക. ഒലിഗോസാക്കറൈഡ് ആണ് എന്ത്? നമ്മുടെ ചുമര്. നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് വീട് പൊളിക്കുക, ചുമര് പൊളിക്കുകയാണ്. ചുമര് പൊളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് എന്താ കിട്ടുക? ആ ഒരു ബ്രിക്സ് തന്നെ കിട്ടില്ലേ? അല്ല, ബ്രിക്സ് തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഒലിഗോസാക്കറൈഡിനെ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എന്ത് തന്നെ കിട്ടും? മോണോസാക്കറൈഡ് തന്നെ കിട്ടും. ഇനി ഈ ഒരു ചുമരില് നമ്മുടെ ബ്രിക്സിനൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തണമെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കണം അല്ലെ? സിമെന്റ് ഇട്ട് കൊടുക്കണം അല്ലെ? അല്ലാതെ ഈ ബ്രിക്സ് താനെ അവിടെ നിൽക്കോ? ഇല്ല. അവർ ഒട്ടിച്ച് ടുഗെദർ ആയിട്ട് നിൽക്കണമെങ്കിൽ എന്തിട്ട് കൊടുക്കണം? ഇടയിൽ സിമെന്റ് ഇട്ട് കൊടുക്കണം. അതേപോലെ ഒലിഗോസാക്കറൈഡ്സില് 2 മോണോസാക്കറൈഡ് ആണെങ്കിലും 3 മോണോസാക്കറൈഡ് ആണെങ്കിലും 5 ആണെങ്കിലും 10 ആണെങ്കിലും ഈ മോണോസാക്കറൈഡ്സ് ഒക്കെ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അതിന്റെ ഇടയിൽ എന്തെങ്കിലും വേണ്ടേ? അതിന്റെ ഇടയിൽ എന്ത് വേണം? ബോണ്ട് വേണം. എന്താണ്? അവർ തമ്മിലൊരു ബോണ്ട് വേണം. ആ ബോണ്ടിന്റെ പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എന്ത് ബോണ്ടാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ ഈ മോണോസാക്കറൈഡ് മോളിക്യൂൾസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടാണ് ഒലിഗോസാക്കറൈഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ടിന്റെ ബ്രേക്ക് ഡൗൺ നടത്തി കഴിഞ്ഞാൽ എന്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നു? മോണോസാക്കറൈഡ്സ് തന്നെ തിരിച്ചു കിട്ടുന്നു. ഓക്കെ.
അപ്പോൾ അതാണ് ഒലിഗോസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഓരോ ഒലിഗോസാക്രൈഡിലും എത്ര മോണോസാക്രൈഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഒലിഗോസാക്രൈഡിനെ നമുക്ക് പിന്നെ സബ് ഡിവൈഡ് ചെയ്യാം. അതായത് 2 മോണോസാക്രൈഡ് മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ള ഒലിഗോസാക്രൈഡ് ആണെങ്കിൽ നമുക്കതിനെ ഡൈസാക്രൈഡ് എന്ന് വിളിക്കാം. ഡൈ മീൻസ് എന്താണ്? 2. അപ്പോൾ 2 മോണോസാക്രൈഡ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഒലിഗോസാക്രൈഡ് ഉണ്ടായിട്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഡൈസാക്രൈഡ്. അതേപോലെ 3 മോണോസാക്രൈഡ് ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലോ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ട്രൈസാക്രൈഡ്. ഇനി 4 മോണോസാക്രൈഡ്സ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഒലിഗോസാക്രൈഡ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ടെട്രാസാക്രൈഡ്. സോ എത്ര മോണോസാക്രൈഡ് അടങ്ങിയിട്ടാണ് ഒരു ഒലിഗോസാക്രൈഡ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് ഒലിഗോസാക്രൈഡിനെ നമുക്ക് പിന്നെ ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡൈസാക്രൈഡ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ആ ഡൈസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. ഇവരൊക്കെ എന്താണ്? ഡൈസാക്രൈഡുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൈസാക്രൈഡ്സ് ഉണ്ടാകുക എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 2 മോണോസാക്രൈഡ് ചേർന്നിട്ടാണ് ഡൈസാക്രൈഡ് ഉണ്ടാവുക. അങ്ങനെ 2 മോണോസാക്രൈഡ് ചേർന്നപ്പോൾ അവിടെ ഒരു വാട്ടർ മോളിക്യൂളിന്റെ എലിമിനേഷൻ നടക്കും. ഒരു H2O എലിമിനേഷൻ നടക്കും. എന്നിട്ടാണ് ഈ 2 മോണോസാക്രൈഡ്സ് ഗ്ലൈക്കോസിലിക് ബോണ്ട് വഴി ജോയിൻ ചെയ്യുന്നത്. സോ അവിടെ നടക്കുന്നത് കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. അതായത് ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്ത് 2 ആൾക്കാർ ജോയിൻ ചെയ്താൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് കണ്ടൻസേഷൻ റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ ആണ്? കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഈ 3 ആൾക്കാരെ കുറിച്ചിട്ടൊന്ന് പറയാം. ഓക്കെ, അപ്പൊ സൂക്രോസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കാറുണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് വിച്ച് ഷുഗർ ഇസ് ഓൾസോ നോൺ ആസ് ഇൻവേർട്ട് ഷുഗർ എന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ടേബിൾ ഷുഗർ, നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഒരു സൂക്രോസ്. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഡയറ്റിൽ കാണുന്ന ഒരു ഡൈസാക്രൈഡ് ആണ് സൂക്രോസ്. ഇനി സൂക്രോസ് ഏതൊക്കെ മോണോസാക്രൈഡുകൾ ചേർന്നിട്ടാണ് സൂക്രോസ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. നമ്മുടെ 2 മോണോസാക്രൈഡ്സ് ആയിട്ടുള്ള ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് കൂടെ കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സൂക്രോസ് ഉണ്ടാകുന്നത്. ഓക്കെ, സൂക്രോസ് അതായത് നമ്മളിപ്പോൾ സൂക്രോസിന്റെ ഹൈഡ്രോലൈസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? മോണോമറായിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് കിട്ടുന്നത്. ഇനി സൂക്രോസ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ കരിമ്പൊക്കെ ഉണ്ടല്ലോ, ഷുഗർ കെയിൻ, അതിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൂടാതെ തേന്, മേപ്പിൾ സിറപ്പ്, അതിലൊക്കെ സൂക്രോസ് കാണപ്പെടുന്നുണ്ട്. പിന്നെ നാച്ചുറലി ചില ഫ്രൂട്ട്സിൽ, വെജിറ്റബിൾസിൽ, സിറിയൽസിലൊക്കെ സൂക്രോസ് കാണപ്പെടുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് സൂക്രോസിനെ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സൂക്രോസ് ഇൻവേർഷൻ എന്നൊരു പ്രോസസ്സ് കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഇൻവേർഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ലാസ്റ്റിലോട് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി എന്നൊന്നും എന്താണെന്ന് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ കമ്മിങ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൂക്രോസ് എന്ന കോമ്പൗണ്ട് ആക്ച്വലി ഇറ്റ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. എന്താണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി? പക്ഷേ സൂക്രോസിന്റെ ഹൈഡ്രോലൈസിസ് നടന്നു കഴിയുമ്പോൾ സൂക്രോസ് ലീവോ റൊട്ടേറ്ററി ആവും. എന്താവുന്നു? ലീവോ റൊട്ടേറ്ററി. അതായത് അതിൻ്റെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വരുമ്പോൾ അവരിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് നമ്മൾ ഈ സൂക്രോസിന്റെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു കെമിസ്ട്രി നമ്മൾ +2 പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ നമുക്കിത് ഏകദേശം കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി. അപ്പൊ സൂക്രോസിൽ എന്ത് സംഭവിക്കുകയാണ്? ഹൈഡ്രോലൈസിസ് നടക്കുമ്പോൾ ഈ ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള സൂക്രോസ് ലീവോ റൊട്ടേറ്ററി ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സൂക്രോസിനെ നമ്മൾ എന്തും വിളിക്കുന്നത്? ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ഡൈസാക്രൈഡിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ലാക്ടോസ്. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ കൗ മിൽക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ പാലിന് എന്തുണ്ട്? പശുപാലിനൊക്കെ ചെറുതായിട്ട് ഒരു മധുരമുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ടെങ്കിൽ പോലും അതിനൊരു മധുരമുണ്ട്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് മിൽക്കിൽ ഷുഗർ കാണുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് കാണുന്നുണ്ട്. അതാണ് ലാക്ടോസ്, ഡൈസാക്രൈഡ് ആയിട്ടുള്ള ലാക്ടോസിനെ നമുക്ക് മിൽക്ക് ഷുഗർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാല് വെച്ചിട്ടുള്ള എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിൽ എന്തുണ്ടായിരിക്കും? ലാക്ടോസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹ്യൂമൻ മിൽക്കിലും എന്തടങ്ങിയിട്ടുണ്ട്? ലാക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
ഇനി ലാക്ടോസിൽ കാണപ്പെടുന്ന മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസും ഗാലക്ടോസും. ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ലാക്ടോസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് മോണോസാക്കറൈഡ്. മോണോസാക്കറൈഡ് അല്ല, മാൾട്ടോസ്. തെറ്റി പോയതാട്ടോ, മാൾട്ടോസ്. മാൾട്ടോസ് മെയിൻ ആയിട്ട് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാൾട്ട് ഷുഗർ. എന്താണ് മാൾട്ട് ഷുഗർ? ഇത് മെയിൻ ആയിട്ട് നമ്മളെ സ്പ്രൗട്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രെയിൻസ് ഉണ്ടല്ലോ, അതിലാണ് കാണുന്നത്. അതായത് നമ്മളിപ്പോൾ ബാർലി, വീറ്റ്, അതിലൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാൾട്ടോസ് മെയിൻ ആയിട്ട് ബീർ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫെർമെൻറ്റേഷൻ വല്ല പ്രോസസ്സൊക്കെ നടത്തിയിട്ടാണ്, മാൾട്ടോസിൻ്റെ ഫെർമെൻറ്റേഷൻ നടന്നിട്ടാണ് ബീറിന് ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ ഗ്രെയിൻസ് ഒക്കെ അതിൻ്റെ ജെർമിനേഷൻ നടക്കുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും? ഈസ്റ്റിനെ ആഡ് ചെയ്യും. അപ്പോൾ ഈസ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ അതിൽ ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ഈ ഒരു മാൾട്ടോസിൽ ഫെർമെൻറ്റേഷൻ നടന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ജെർമിനേറ്റിംഗ് ഗ്രെയിൻസ് കൂടാതെ മാൾട്ടോസ് പിന്നെ ചെറുതായിട്ട് ചില ബിസ്ക്കറ്റുകൾ, ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിറിയൽസ്, അതേപോലെ ചില ഡ്രിങ്ക്സുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇനി മാൾട്ടോസിൽ കാണപ്പെടുന്ന മോണോസാക്കറൈഡ് 2 ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസും ചേർന്നിട്ടാണ് മാൾട്ടോസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, മാൾട്ടോസിൽ കാണപ്പെടുന്ന മോണോസാക്കറൈഡ്സ് ഏതായിരുന്നു? 2 യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ്. ലാക്ടോസിലാണെങ്കിലോ ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ്. സൂക്രോസിന്റെ മോണോസാക്കറൈഡ്സ് ഏതൊക്കെയാ? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓക്കെ, അപ്പം അത്രയാണ് ഡൈസാക്കറൈഡ്സുകളായിട്ട് വരുന്നത്. അപ്പം ഇതിലെ ഡൈസാക്കറൈഡ്സിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റെഡ്യൂസിങ്. അത് എന്താണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. അപ്പം ചില ഡൈസാക്കറൈഡുകൾ എന്താണ്? ദേ ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. അപ്പോൾ റെഡ്യൂസിങ് ഷുഗറിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ലാക്ടോസ്, മാൾട്ടോസ്. പക്ഷെ സൂക്രോസ് എന്താണ്? നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് വിച്ച് ഷുഗർ ഇസ് നോൺ റെഡ്യൂസിങ് എന്ന്. അപ്പോൾ ഏതാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ? സൂക്രോസ് ആണ്. ലാക്ടോസും മാൾട്ടോസും എന്താണ്? റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ ഈ ഒരു എപ്പിമർ ഇതൊക്കെ നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മോണോസാക്കറൈഡ് പഠിച്ചു, ഒലിഗോസാക്കറൈഡ് പഠിച്ചു. അടുത്തതാരാണ്? പോളിസാക്കറൈഡ്. ആരാണ്? പോളിസാക്കറൈഡ്. പോളി എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? മെനി എന്നാണ്. സോ മെനി സാക്കറൈഡ്, അതായത് മോർ ദാൻ 10 ഷുഗർ യൂണിറ്റ്സ് ഉള്ള കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുന്നത്. അതായത് പോളിസാക്കറൈഡ്സിൽ കുറേ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ഓൾസോ ദേ ഹാവ് ഹൈ മോളിക്കുലർ വെയിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ കുറേ മോണോസാക്കറൈഡ് ചേർന്നിട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണ് പോളിസാക്കറൈഡ്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ എന്താ, ഇവർക്ക് അങ്ങനെ മധുരം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓൾസോ അവർ വാട്ടറിൽ സൊല്യൂബിൾ അല്ല, ഇൻസ്റ്റഡ് കൊളോയിഡ് ആയിരിക്കും ഉണ്ടാക്കുക. അതായത് നമ്മുടെ കഞ്ഞിവെള്ളം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി പോളിസാക്കറൈഡ്സിനെ നമുക്ക് ബാക്കിയെല്ലാം പോലെ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് പോളിസാക്കറൈഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹോമോ പോളിസാക്കറൈഡും ഹെറ്ററോ പോളിസാക്കറൈഡും. ഏതൊക്കെയാണ്? ഹോമോ പോളിസാക്കറൈഡ് ആൻഡ് ഹെറ്ററോ പോളിസാക്കറൈഡ്. ഹോമോ മീൻസ് എന്താണ്? സെയിം എന്ന വേർഡിന്റെ മീനിങ് ആണ് ഹോമോ. അപ്പോൾ ഹോമോ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, പോളിസാക്കറൈഡ്സ് പറഞ്ഞാൽ കുറേ മോണോസാക്കറൈഡ് ചേർത്തിട്ടാണ് പോളിസാക്കറൈഡ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഹോമോ പോളിസാക്കറൈഡിൽ അത് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ മോണോസാക്കറൈഡും ഒരൊറ്റ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് ആകും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, സ്റ്റാർച്ച് ഒരു പോളിസാക്കറൈഡിലാണ്. ഈ സ്റ്റാർച്ചിൽ കാണുന്ന അല്ലെങ്കിൽ സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലൂക്കോസ് വെച്ച് മാത്രമാണ്. ഗ്ലൂക്കോസ് എന്ന മോണോസാക്കറൈഡ് കുറേ ഗ്ലൂക്കോസ് ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? സ്റ്റാർച്ച് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മോണോസാക്കറൈഡ് ആയിട്ടുള്ളത് അതിൽ ഗ്ലൂക്കോസ് മാത്രമാണ്. അപ്പോൾ അതെന്താണ്? ഒരു ഹോമോ പോളിസാക്കറൈഡ് ആണ്. ഇനി ഹെറ്ററോ പോളിസാക്കറൈഡ്. ഹെറ്ററോ എന്ന വേർഡിന്റെ മീനിങ് ഡിഫറെൻറ്റ് എന്നാണ്. എല്ലാം ഡിഫറെൻറ്റ്. സോ ഹെറ്ററോ പോളിസാക്കറൈഡിൽ എന്തായിരിക്കും? അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോസാക്കറൈഡുകൾ ചേർന്നിട്ടായിരിക്കും ഹെറ്ററോ പോളിസാക്കറൈഡ് ഉണ്ടായിരിക്കും. ഒരൊറ്റ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് അല്ല, പകരം ഡിഫറെൻറ്റ് മോണോസാക്കറൈഡ് യൂണിറ്റ്സുകൾ ചേർന്നിട്ടാണ് ഹെറ്ററോ പോളിസാക്കറൈഡ് ഉണ്ടാവുക. അപ്പോൾ ഹോമോ പോളിസാക്കറൈഡിൻ്റെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്,
ഡെക്സ്ട്രിൻ, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഇതൊക്കെ ഹോമോപോളിസാക്കറൈഡ്സ് ആണ്. ഹെറ്ററോപോളിസാക്കറൈഡിൻ്റെ എക്സാമ്പിൾ നോക്കൂ, ഹെപ്പാരിൻ, ഹൈലൂറോണിക് ആസിഡ് ഒക്കെ. ഇതിൽ നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്ന കുറച്ച് പോളിസാക്കറൈഡ്സിനെ കുറിച്ച് നോക്കാം. ഒന്നാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്ലാന്റ്സിൽ അവരവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ച് ഫോമിലാണ്, അല്ലെങ്കിൽ അവർ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏത് ഫോമിലാണ്? സ്റ്റാർച്ച് ഫോമിലാണ്. അപ്പോൾ സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ് ഇൻ പ്ലാന്റ്സ് ആണ് ആര്? സ്റ്റാർച്ച്. എന്താണ്? സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ് ഓഫ് പ്ലാന്റ്സ് ആണ് ആര്? സ്റ്റാർച്ച്. ഇനി സ്റ്റാർച്ച് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങ് വർഗത്തിൽ സ്റ്റാർച്ച് മെയിനായിട്ട് കാണുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ അരി, ഗോതമ്പ് അതിലൊക്കെ കാണുന്നുണ്ട്. ഇനി സ്റ്റാർച്ചിൽ 2 ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകൾ കാണുന്നുണ്ട്, അതായത് അമൈലോസും ഉണ്ട്, അമൈലോപെക്റ്റിനും ഉണ്ട്. എന്താണ്? അമൈലോസും അമൈലോപെക്റ്റിനും. ഇതിൽ അമൈലോസ് എന്താണ്? ബ്രാഞ്ചഡ് ആണ്, ബട്ട് അമൈലോപെക്റ്റിൻ അൺബ്രാഞ്ചഡ് ആണ്. ഓൾസോ അമൈലോസ് വാട്ടറിൽ സൊല്യൂബിൾ ആണ്, അമൈലോപെക്റ്റിൻ വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. ഇനി അമൈലോസിൽ കാണപ്പെടുന്നത് എന്താണ്? ഗ്ലൂക്കോസ് തന്നെയാണ്, പക്ഷെ ഗ്ലൂക്കോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ്? ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ് അമൈലോസിൽ ഗ്ലൂക്കോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതാണ്? ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി. ഇനി നമ്മുടെ അമൈലോപെക്റ്റിൻ, ഇവിടെ ഈ ഒരു ബ്രാഞ്ചഡ് അൺബ്രാഞ്ചഡ് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അമൈലോസ് ആണ് അൺബ്രാഞ്ചഡ്, അമൈലോപെക്റ്റിനസ് ബ്രാഞ്ചഡ് ആണ് കേട്ടോ. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അമൈലോസ് അൺബ്രാഞ്ചഡും അമൈലോപെക്റ്റിൻ ബ്രാഞ്ചഡും ആണ്. ഓക്കെ. ഇനി അമൈലോപെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അൺബ്രാഞ്ചഡ് ആണ്, അതേപോലെ തന്നെ അതെന്താണ്? വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. അപ്പം അതുകൊണ്ട് അതെന്ത് ചെയ്യും? നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താണ്? ജെല്ല് പോലെയാണ് അത് ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതെന്താണ്? വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലെ ഫോം ചെയ്യും. ഓൾസോ അതിൽ എന്തുണ്ട്? ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് എന്താ നമ്മുടെ അമൈലോസിൽ കണ്ട പോലെ തന്നെ ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് കാണുക. ബട്ട് ബ്രാഞ്ചസിൻ്റെ ഭാഗത്ത് ഏത് ബോണ്ടാണ് കാണുക? ആൽഫ 1,6. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ഇതൊരു ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഇത് 2ാമത്തെ ഗ്ലൂക്കോസ്, ഇത് 3, ഇത് 4, ഇത് 5. അപ്പോൾ ഇതാണ് എന്ത്? ഒരു അമൈലോസ് എന്ന് വിചാരിക്കുക. അതായത് സ്റ്റാർച്ചിൽ അമൈലോസും കാണുന്നുണ്ട്, അമൈലോപെക്റ്റിനും കാണുന്നുണ്ട്. അപ്പോൾ അമൈലോസ് ഇങ്ങനെയാണ് വരിക, സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി ഇതൊരു ഗ്ലൂക്കോസ് ആണ്, ഇത് 2ാമത്തെ ഗ്ലൂക്കോസ് യൂണിറ്റ് ആണ്. ഈ 2 ഗ്ലൂക്കോസും ജോയിൻ ചെയ്തിരിക്കുന്ന ബോണ്ട് ഏതാണ്? ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ. ഇനി അമൈലോപെക്റ്റിൻ ആണെങ്കിൽ അമൈലോപെക്റ്റിനിൽ എന്ത് വരും? സ്ട്രെയിറ്റ് ചെയിൻ അല്ല, ഇൻസ്റ്റഡ് കുറച്ച് ബ്രാഞ്ചഡ് സ്ട്രക്ചറാണ്. ഇതൊരു ഗ്ലൂക്കോസ് ആണ്, ഇതൊരു ഗ്ലൂക്കോസ്, ഇത് വേറെ ഗ്ലൂക്കോസ്, ഇവിടുന്ന് ബ്രാഞ്ചസ് വരുന്നു, ഇതൊരു ഗ്ലൂക്കോസ്, വേറെ ഗ്ലൂക്കോസ്, 3ാമത്തെ ഗ്ലൂക്കോസ്, അങ്ങനെ. അപ്പോൾ അമൈലോപെക്റ്റിൻ ആണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിനിൽ ഇവിടുത്തെ ബോണ്ടൊക്കെ ആൽഫ 1,4 ബോണ്ടാണ്. പക്ഷെ ബ്രാഞ്ചസിൻ്റെ അവിടുത്തെ ബോണ്ട്, അതായത് ഇവിടെ ആൽഫ 1,6 ബോണ്ട് കാണും, ഇവിടെ ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇങ്ങനെയാണ് അമൈലോപെക്റ്റിൻ വരുന്നത്. ഓക്കെ. സ്റ്റാർച്ചിന് നമ്മളിപ്പോൾ അയോഡിനുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ അവിടെ നമുക്കൊരു നല്ല അടിപൊളി ബ്ലൂ കളർ കിട്ടും. പക്ഷെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളറ് പോവും, ബട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ കളറ് വരും. എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ടീച്ചേഴ്സ് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ബ്ലൂ കളർ ഉണ്ടാവുന്നത് അയഡിൻ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ സ്റ്റാർച്ച് എന്താണ്? ഒരു നോൺ റെഡ്യൂസിങ് ഷുഗറും കൂടിയിട്ടാണ്. ഇത്രയാണ് സ്റ്റാർച്ചിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഗ്ലൈക്കോജനിലോട്ട് പോവുകയാണെങ്കിൽ ഗ്ലൈക്കോജൻ നമ്മൾ അനിമൽസിൽ എന്താണ്? അനിമൽസിലെ സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഓർ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണ് ഏത്? അനിമൽസിലെ ഗ്ലൈക്കോജൻ. ഇനി ഗ്ലൈക്കോജൻ മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ ലിവറിലും മസിലുമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഏകദേശം നമ്മുടെ ലിവറിൻ്റെ വെയ്റ്റിൻ്റെ 5% വെയിറ്റ് വരുന്നത് ആ ഒരു ഗ്ലൈക്കോജൻ കാരണമാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന എക്സസ് ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റിനൊക്കെ എന്താക്കും? ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയിട്ട് നമ്മുടെ ലിവറിലും മസിലിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ. ഇനി ഗ്ലൈക്കോജനിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് തന്നെയാണ് അതിൻ്റെ മോണോസാക്രൈഡ്സ് വരുന്നത്.
ഈ ഗ്ലൂക്കോസ് ആൽഫ 1,4 ലിങ്കേജസ് വഴി ആണ് എന്ത് ചെയ്തത് ഗ്ലൂക്കോസിനെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സെല്ലുലോസ് മെയിനായിട്ട് പ്ലാന്റ്സിലാണ് കാണുന്നത്. പ്ലാന്റ്സിൻ്റെ സെൽ വാളിൽ സ്ട്രക്ചറൽ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് സെല്ലുലോസ്. ഇപ്പോൾ കോട്ടണിൽ 99% സെല്ലുലോസ് കാണുന്നു, അതേപോലെ നമ്മുടെ വുഡിൽ 50% ഒക്കെ കാണുന്നു. അപ്പോൾ നമ്മുടെ നേച്ചറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഓർഗാനിക് മെറ്റീരിയലും കൂടിയിട്ടുള്ളതാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഈ സെല്ലുലോസും ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലൂക്കോസ് വെച്ചിട്ട് തന്നെയാണ്. ബട്ട് അതിൽ ആൽഫയ്ക്ക് പകരം β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് കാണുന്നത്. ഏത് ബോണ്ടാണ് കാണുന്നത്? β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഡാഷ് ഈസ് എ പോളിസാക്കറൈഡ് അല്ലെങ്കിൽ ഹോമോ പോളിസാക്കറൈഡ് വിത്ത് ഗ്ലൂക്കോസ് മോണോസാക്കറൈഡ് ബട്ട് വിത്ത് β14 ലിങ്കേജ്. ഓപ്ഷൻസ് ആയിട്ട് സ്റ്റാർച്ച് ഉണ്ട്, ഗ്ലൈക്കോജൻ ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, ഓൾ ഓഫ് ദി അബവ് ഉണ്ട്. എന്താ നമ്മുടെ ആൻസർ വരിക? സെല്ലുലോസ് അല്ലേ? ബിക്കോസ് സ്റ്റാർച്ചിലും ഗ്ലൈക്കോജനിലും എന്താണ് ആൽഫ 14 ലിങ്കേജസ് ആണ്. സെല്ലുലോസിൽ മാത്രമാണ് β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കാണുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബ്രാഞ്ചസ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻ സ്ട്രക്ചറാണ്. ഇനി സെല്ലുലോസ് എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൽ മാത്രം കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു β14 ഗ്ലൈക്കോസിഡിക് ബോണ്ടിൻ്റെ ഹൈഡ്രോലൈസിസ് നടത്തണമെങ്കിൽ അതിന് വേണ്ട എൻസൈമാണ് സെല്ലുബയേസ് എന്ന എൻസൈം. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ ഒരു സെല്ലുബയേസ് എന്ന എൻസൈം പ്രസൻറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ബോഡിയിലില്ല, നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സെല്ലുലോസ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആ സെല്ലുലോസ് നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുകയുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്ത് വരുന്നത് കാർബോഹൈഡ്രേറ്റ്. ഇതിൽ പോളിസാക്കറൈഡ് 2-3 കൂടെ പറയാനുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മോണോസാക്കറൈഡ് ഏതൊക്കെയാണ്? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, മാൾട്ടോസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈസാക്കറൈഡ്സ് ഏതൊക്കെയാണ്? സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. പോളിസാക്കറൈഡ്സിൽ നമ്മൾക്ക് മനുഷ്യന്മാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോളിസാക്കറൈഡുകളാണ് സ്റ്റാർച്ചും ഡെക്സ്ട്രിനും ഗ്ലൈക്കോജനും. ഇനി നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോളിസാക്കറൈഡുകളാണ് സെല്ലുലോസ്, പെക്റ്റിന്, ഗംസ് ഒക്കെ. ഓക്കെ, ഇനി അടുത്തൊരു പോളിസാക്കറൈഡ് ആണ് ഇനുലിൻ. ഇനുലിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രക്ടോസ് വെച്ചിട്ടാണ്. ഫ്രക്ടോസ് ആണ് ഇനുലിനിൽ കാണപ്പെടുന്ന മോണോസാക്കറൈഡ്. ലിങ്കേജ് വരുന്നത് β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഇനി ഇനുലിൻ മെയിനായിട്ട് പ്ലാന്റ്സിലാണ് കാണുന്നത്. നമ്മുടെ ട്യൂബേഴ്സ്, ഇപ്പോൾ ചിക്കറി, ഡാലിയ, അതേപോലെ ഒനിയൻ, ഗാർലിക്കിലൊക്കെയാണ് മെയിനായിട്ട് ഇനുലിൻ കാണുന്നത്. അതിൽ ഇതേപോലെ കാർബോഹൈഡ്രേറ്റിന് സ്റ്റോറേജ് ഫോമായിട്ടാണ് ഇനുലിൻ ഇരിക്കുന്നത്. ഇനുലിൻ നമുക്കൊരു യൂസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, അതിൽ വേണ്ടിയിട്ട് ഒരു ഇനുലിൻ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത ഒരു പോളിസാക്കറൈഡിൻ്റെ എക്സാമ്പിൾ ആണ് കൈറ്റിൻ. നമ്മൾ ഇൻസെക്ട്സ്, ക്രസ്റ്റേഷ്യൻസ് അവരുടെ ഒക്കെ എക്സോസ്കെലിട്ടനിൽ മെയിനായിട്ട് ഒരു കൈറ്റിൻ കാണപ്പെടുന്നുണ്ട്. എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കൈറ്റിൻ്റെ ഏത് കാർബോഹൈഡ്രേറ്റ് ആണ് ക്രസ്റ്റേഷ്യൻസിൻ്റെയും ഇൻസെക്ട്സിൻ്റെയും എക്സോസ്കെലിട്ടനിൽ കാണുന്നത് എന്ന്. അപ്പോൾ അത് കൈറ്റിൻ ആണ്. കൈറ്റിൻ ഉണ്ടാക്കിയിട്ടുള്ളത് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ എന്ന മോണോസാക്കറൈഡ് വെച്ചിട്ടാണ് കൈറ്റിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലും β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോമോ പോളിസാക്കറൈഡ്. അടുത്തതാണ് ഹെറ്ററോ പോളിസാക്കറൈഡ്, ഓർ നമുക്കതിനെ ഹെറ്ററോ ഗ്ലൈക്കാൻസ് എന്നും വിളിക്കാം. ഹെറ്ററോ ഗ്ലൈക്കാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻറ്റ് മോണോസാക്കറൈഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോസാക്കറൈഡ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളവരാണ് ഹെറ്ററോ പോളിസാക്കറൈഡ്സ്. ആ ഹെറ്ററോ പോളിസാക്കറൈഡ്സിൽ തന്നെ വരുന്ന ആൾക്കാരാണ് മ്യൂക്കോ പോളിസാക്കറൈഡ്സ്, അല്ലെങ്കിൽ നമുക്ക് അവരെ ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കാൻസ് എന്ന് വിളിക്കാം. ഇവരെന്താണ്? ഹെറ്ററോ പോളിസാക്കറൈഡ്സ് തന്നെയാണ്. പക്ഷെ ഇവരിൽ എന്തും കൂടെ കാണും, യൂറോണിക് ആസിഡ് കാണും, അമിനോ ഷുഗേഴ്സ് കാണും, അതേപോലെ അസറ്റിലേറ്റഡ് അമിനോ ഗ്രൂപ്പ്സ്, സൾഫേറ്റ്, കാർബോക്സിൽ ഗ്രൂപ്പ്. ഇതൊക്കെ ഈ പറഞ്ഞ കോമ്പൗണ്ടുകൾ അടങ്ങിയിട്ടുള്ള ഹെറ്ററോ പോളിസാക്കറൈഡ്സിനെയാണ് നമ്മൾ മ്യൂക്കോ പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. മ്യൂക്കോ പോളിസാക്കറൈഡ്സിൻ്റെ എക്സാമ്പിൾ ആണ് ഹൈലുറോണിക് ആസിഡ്, ഹെപ്പാരിൻ,
കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ്, ഡെർമാറ്റൻ സൾഫേറ്റ്, കെരാറ്റിൻ സൾഫേറ്റ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കേട്ടോ, പക്ഷേ ഇതിൻ്റെയൊക്കെ പേരെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, ബിക്കോസ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? മ്യൂക്കോപോളിസാക്കറൈഡ്സ്. മ്യൂക്കോപോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഹെറ്ററോ പോളിസാക്കറൈഡ്സ് തന്നെയാണ്, പക്ഷെ അവരിൽ എന്തും കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കും, യൂറോണിക് ആസിഡ് ആൻഡ് അമിനോ ഷുഗേഴ്സ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ചിലപ്പോൾ സൾഫേറ്റ് ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. മോണോസാക്കറൈഡ്സ് ഉണ്ട്, പിന്നെ ഒലിഗോസാക്കറൈഡ്സ് ഓർ ഡൈസാക്കറൈഡ്സ്. രണ്ടും കൂടെ ഒന്നിൽ തന്നെ ഒലിഗോസാക്കറൈഡിൽ വരുന്നതാണ് നമ്മുടെ ഡൈസാക്കറൈഡ്, പിന്നെ പോളിസാക്കറൈഡ്. ഒരൊറ്റ ഷുഗർ യൂണിറ്റ് ഉള്ള ആൾക്കാരാണ് മോണോസാക്കറൈഡ്, 2 ഷുഗർ യൂണിറ്റ് ഉള്ളവരാണ് ഡൈസാക്കറൈഡ്, പിന്നെ 3 ഷുഗർ യൂണിറ്റ് ഉള്ളത് ആരാ? നമ്മുടെ ട്രൈസാക്കറൈഡ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒലിഗോസാക്കറൈഡിൽ വരും. 10 കൂടുതൽ ഷുഗർ യൂണിറ്റ്സ് ഓർ 10 കൂടുതൽ ഷുഗർ യൂണിറ്റ്സ് ഉള്ളവരെയാണ് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ പോളിസാക്കറൈഡ്സിൻ്റെ ആണ് പിന്നെയും കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇനുലിൻ, ഡെക്സ്ട്രാൻ, അതേപോലെ കൈറ്റിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹെറ്ററോഗ്ലൈക്കാൻസിൽ വരുന്നതാണ് അഗാർ, അഗാറോസ്, ഹൈലുറോണിക് ആസിഡ്, ഹെപ്പാരിൻ, കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ്, കെരാറ്റിൻ സൾഫേറ്റ്, ഡെർമാറ്റൻ സൾഫേറ്റ്. ഇപ്പോൾ ജസ്റ്റ് ഹെറ്ററോഗ്ലൈക്കാൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹൈലുറോണിക് ആസിഡ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അതിൻ്റെ മോണോസാക്കറൈഡ്സ് നോക്കൂ, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ആൻഡ് ഗ്ലൂക്രോണിക് ആസിഡ്. രണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോസാക്കറൈഡ്സ് ആണ് അല്ലേ. അതേപോലെ അഗാറിൻ്റെ നോക്കൂ, ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. രണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോസാക്കറൈഡ്സ് ആകുന്നു. കെരാറ്റിൻ സൾഫേറ്റ് നോക്കൂ, ഗാലക്ടോസ് ആൻഡ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. രണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോസാക്കറൈഡ്സ് ആകുന്നു. അപ്പോൾ ഈ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോസാക്കറൈഡ്സ് കുറേ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഹെറ്ററോഗ്ലൈക്കാൻസ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പറ്റാവുന്ന ഈ ഒരു ഹെറ്ററോഗ്ലൈക്കാൻസ് പഠിച്ച് വെക്കാതെ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന ഹെറ്ററോഗ്ലൈക്കാൻസിൻ്റെ മോണോസാക്കറൈഡ്സ് ഓർ ഈ ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് അടക്കം നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതും സെയിം ആണ്. ഇതിൻ്റെ തന്നെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് വേർഷനാണ് ഇത്. ഓരോ ഹെറ്ററോഗ്ലൈക്കാൻസും അതിൻ്റെ ഫങ്ഷൻസും എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട, ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഈ ഒരു മ്യൂക്കോപോളിസാക്കറൈഡും അതിൻ്റെ മോണോസാക്കറൈഡ്സ് യൂണിറ്റ് ഏതാണെന്നും കൂടെ ഒന്ന് പഠിച്ച് വെക്കുക. അപ്പോൾ ഹൈലുറോണിക് ആസിഡ് ആണെങ്കിൽ ഡ്യൂഗ്ലൂക്രോണിക് ആസിഡും എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈനും ചേർന്നിട്ടാണ്. കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ് ആണെങ്കിൽ ഡി ഗ്ലൂക്രോണിക് ആസിഡ്, എൻ അസറ്റൈൽ ഗാലക്ടോസമൈൻ 4 സൾഫേറ്റ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ് ഉണ്ടാകുന്നത്. ഹെപ്പാരിൻ ആണെങ്കിൽ ഡി ഗ്ലൂക്രോണൈറ്റ് 2 സൾഫേറ്റ്, എൻ സൾഫോ ഗ്ലൂക്കോസമൈൻ 6 സൾഫേറ്റ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഹെപ്പാരിൻ ഉണ്ടാകുന്നത്. ഡെർമാറ്റൻ സൾഫേറ്റ് ആണെങ്കിൽ എൽ ഇഡിയോറോണിക് ആസിഡും എൻ അസറ്റൈൽ ഗാലക്ടോസമൈൻ 4 സൾഫേറ്റും കൂടെ ചേർന്നിട്ടാണ്. കെരാറ്റിൻ സൾഫേറ്റ് ആണെങ്കിൽ ഡി ഗാലക്ടോസ് ആൻഡ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ 6 സൾഫേറ്റ് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഫംഗ്ഷൻ ഒന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. എന്ത് ചെയ്യുക, പറ്റാവുന്നതിൻ്റെ ഇപ്പോൾ ഒരു ഹൈലുറോണിക് ആസിഡ്, കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ്, ആ 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സിൻ്റെ പേരൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റിൽ വരുന്ന വേറെ ആൾക്കാരാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. അപ്പോൾ അതിൽ കുറച്ച് ഗ്ലൈക്കോ പ്രോട്ടീൻസിൻ്റെ പേരൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കൊളേജൻ നമ്മുടെ ബോഡിയിൽ സ്ട്രക്ചർ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഹൈഡ്രോളൈസിസ്, പ്രോട്ടിയേസസ്, ഗ്ലൈക്കോസിഡേസസ് നമ്മുടെ ബോഡിയിൽ കാണുന്ന എൻസൈമുകളാണ്. സെറുലോപ്ലാസ്മിൻ ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീനാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണ്? നമ്മുടെ ബോഡിയിൽ പ്രൊട്ടക്ഷൻ, നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നവരാണ്. പിന്നെ സൈനോവിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് നമ്മളെ ബോൺസിൻ്റെ ഇടയിൽ ബോൺസ് തമ്മിൽ ഒരയാതിരിക്കാൻ വേണ്ടി ലൂബ്രിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ്. തൈറോട്രോപ്പിൻ, എറിത്രോപോയിറ്റിൻ ഒക്കെ ഹോർമോൺസ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് സബ്സ്റ്റൻസുകളായിട്ടുള്ള ആൻറ്റിജൻസ് ഉണ്ട്. പിന്നെ കുറച്ച് റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള ഫൈബ്രോനെക്റ്റിൻ, ലാമിനിൻ, ഇൻട്രിൻസിക് ഫാക്ടർ, ഫൈബ്രിനോജൻ, ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏകദേശം ഒരു ഫങ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളും നോക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. കാരണം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, എന്നാൽ നമുക്ക് തീരെ പഠിക്കാതിരിക്കാനും വയ്യ. ബിക്കോസ് ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ചെറിയ ബേസിക് രീതിയിലാണ് ഈ ഒരു ടോപ്പിക്ക് ഞാനിവിടെ ഇൻവോൾവ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സ്റ്റീറിയോ
ഐസോമേഴ്സ്. സ്റ്റീരിയോ ഐസോമേഴ്സ്. എന്താണ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞത്? നമ്മളിപ്പോൾ ചില മോണോസാക്രൈഡ്സിനെ എടുത്തു നോക്കിയാലുണ്ടല്ലോ, അവരുടെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. സ്ട്രക്ചറൽ ഫോർമുല, അതായത് C6H12O6 തന്നെയാണ് സ്ട്രക്ചറൽ ഫോർമുല. പക്ഷെ നമ്മൾ അവരുടെ കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അവരെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റീരിയോ ഐസോമേഴ്സ്. ആൻഡ് ആ ഒരു പ്രോപ്പർട്ടീനെയാണ് സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത്. നമ്മുടെ മോണോസാക്രൈഡ്സ് കാഴ്ചവെക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണിത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും, ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും സ്ട്രക്ചറൽ ഫോർമുല വരുന്നത് സെയിം ആണ്. C6H12. നോക്കൂ, എന്താണ് C6H12O6. ഗ്ലൂക്കോസ് ആണെങ്കിലും ഫ്രക്ടോസ് ആണെങ്കിലും സെയിം ഈ ഒരു സ്ട്രക്ചറൽ ഫോർമുലയാണ് വരുന്നത്. പക്ഷെ അവരുടെ കോൺഫിഗറേഷൻ നോക്കൂ, സെയിം ആണോ? അല്ല. ഗ്ലൂക്കോസിലാണെങ്കിൽ ഒരു ആൽഡിഹൈഡ് ഉണ്ട്, ഫ്രക്ടോസിലാണെങ്കിൽ ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. അതുകൂടാതെ ഈ ഒരു OH അതിലും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താണ്? സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സ്റ്റീരിയോ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐസോമറിസം എന്ന് വിളിക്കുന്നത്, അപ്പോൾ അതിൽ അവരുടെ എന്തായിരിക്കും? നമ്മുടെ ഹൈഡ്രജൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പേസ്, OH ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പേസ്, അതൊക്കെ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റീരിയോ ഐസോമേഴ്സിൽ അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ടായിരിക്കും. അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാർബൺ ആറ്റത്തിൻ്റെ വാലൻസി വരുന്നത് 4 ആണ് അല്ലേ? കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4. അപ്പോൾ ഈ 4 ബോണ്ടിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാണെങ്കിൽ ആ കാർബണെയാണ് നമ്മൾ അസിമെട്രിക് കാർബൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു OH ഗ്രൂപ്പ്, ഇവിടെ ഒരു എന്ത് ഗ്രൂപ്പാണ്? ഇവിടെ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുക കേട്ടോ. ഇവിടെ ഒരു സൾഫർ. 4 ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പും ഡിഫറെൻ്റ് ആണെങ്കിൽ അവരെയാണ് നമ്മൾ അസിമെട്രിക് കാർബൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ അസിമെട്രിക് കാർബൺ ആറ്റത്തിൻ്റെ പ്രസൻസും കൊണ്ടാണ് ഇവർക്ക് എന്ത് വരുന്നത്? ഇവർക്കിങ്ങനെ സ്റ്റീരിയോ ഐസോമറിസം പോസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാർബോഹൈഡ്രേറ്റ്സിനും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധനം വേണം. ഇപ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് എന്ന കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ റെഫറൻസ് മോളിക്യൂൾ ആയിട്ട് വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാർബോഹൈഡ്രേറ്റ്സും മോണോസാക്രൈഡ്സിനെയും കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്താലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റെഫറൻസ് മോളിക്യൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഗ്ലിസറാൾഡിഹൈഡ് ആണ്. അത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള മോണോസാക്രൈഡ്സ് സ്റ്റീരിയോ ഐസോമർ ആണോ അല്ലേ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അസിമെട്രിക് കാർബൺ ആറ്റംസ് ഉള്ള മോണോസാക്രൈഡിന് എന്താണ്? അവർക്ക് സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മോണോസാക്രൈഡിന് എത്ര സ്റ്റീരിയോ ഐസോമർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു സിമ്പിൾ ഫോർമുല ഉണ്ട്. അതായത് 2:n എന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോണോസാക്രൈഡിൽ എത്ര അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 4 അസിമെട്രിക് കാർബൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 2:n എന്നാണ് ഫോർമുല. അപ്പോൾ ഗ്ലൂക്കോസിൽ എത്ര അസിമെട്രിക് കാർബൺ ആറ്റം ആണ്? 4. അപ്പോൾ 2:4. 2:4 എത്രയാണ്? 16 ആണ്. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിന് എത്ര ഐസോമേഴ്സ്, എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്? 16 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. അതായത് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്താ നമ്മളോട് ഓൾറെഡി പറഞ്ഞു, സ്ട്രക്ചറൽ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിയുമ്പോൾ അവരുടെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അതാണ് ജസ്റ്റ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞത്. അടുത്തത് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളതാണ് ഡി ഗ്ലൂക്കോസ്, എൽ ഗ്ലൂക്കോസ്, ഡി ഫ്രക്ടോസ്, എൽ ഫ്രക്ടോസ് എന്നൊക്കെ. എന്താണ് ഈ ഒരു ഡി ആൻഡ് എൽ എന്ന് നോക്കാം. ഇത് പ്യുവർ കെമിസ്ട്രി ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കെമിസ്ട്രി നമ്മളെല്ലാവരും പഠിച്ചത് കൊണ്ട് നിങ്ങൾക്കിത് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, ഡി ആൻഡ് എൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്താണ്? മിറർ ഇമേജസ് ആണ്. നമുക്കറിയാമോ മിറർ ഇമേജസ് എന്താ? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ മിററിൽ കാണിച്ചാൽ നമുക്കത് അതേപോലെയാണോ കാണാൻ പറ്റുക? അല്ല അല്ലേ? ആ ഒരു സംഭവം ഉണ്ടല്ലോ മിറർ ഇമേജസ്, നമ്മൾ കാണുന്നതിൻ്റെ ഈ സൈഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതാണ് മിറർ ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡി ആൻഡ് എൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻറ്റിൻ്റെ തന്നെ മിറർ ഇമേജസിനെയാണ് നമ്മൾ ഡി ആൻഡ് എൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഓരോ ഷുഗറും ഡി ആണോ എൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിലത്തെ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ഗ്രൂപ്പും OH ഗ്രൂപ്പിൻ്റെയും ആ ഒരു ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ടാണ് ആ ഒരു ഷുഗർ ഡി ഐസോമർ ആണോ എൽ ഐസോമർ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണ്, OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ അതെന്താണ്, ഡി ഷുഗർ ആണ്. ഇനി OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ അത് എൽ ഷുഗർ ആണ്. ഓക്കെ, നമ്മുടെ നാച്ചുറലി കാണപ്പെടുന്ന എല്ലാ മോണോസാക്രൈഡ്, നമ്മുടെ ബോഡിയിലൊക്കെ കാണപ്പെടുന്ന എല്ലാ മോണോസാക്രൈഡും മിക്കവാറും ഡി ഷുഗേഴ്സ് ആണ്, ഡി ഗ്ലൂക്കോസ്, ഡി ഫ്രക്ടോസ് ആണ് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഡി ആൻഡ് എൽ ഐസോമേഴ്സ്. ഒരു സ്പെസിഫിക് കാർബൺ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് നോക്കുക. ആ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ അത് ഡി ഷുഗർ ആണ്, OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ അത് എൽ ഷുഗർ ആണ്. അപ്പം നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, പക്ഷെ ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തതാണ് ഒരു ഷുഗേഴ്സ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും കൂടെ കാണിക്കുന്നുണ്ട്. അതിനും കാരണം ആ ഷുഗറിൽ കാണപ്പെടുന്ന അസിമെട്രിക്കൽ കാർബൺ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണ്, അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ലൈൻ പാസ് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതെന്ത് ചെയ്യുന്നു, ഒന്നല്ലെങ്കിൽ റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ എന്താണ് ലൈറ്റിൻ്റെ റൊട്ടേഷൻ നടക്കും. ആ ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് ഒരു ഷുഗർ സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈറ്റിൻ്റെ റൊട്ടേഷൻ നടക്കും, ഐദർ ടു ദി ലെഫ്റ്റ് ഓർ ടു ദി റൈറ്റ്. അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ്റെ ബേസിസിൽ നമുക്ക് ഷുഗേഴ്സ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണോ ലീവോ റൊട്ടേറ്ററി ആണോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ആണെങ്കിൽ അവരെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി അല്ലെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് സൈൻ ആൻഡ് സ്മോൾ ലെറ്റർ ഡി ഇട്ട് കൊടുക്കും. ലീവോ റൊട്ടേറ്ററി ആണെങ്കിൽ നെഗറ്റീവ് സൈനും സ്മോൾ ലെറ്റർ എല്ലും. ഇവിടുത്തെ ഡിയും എല്ലും ക്യാപിറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു OH അതിൻ്റെ OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന ഈ ഒരു ഡിയും എല്ലും ക്യാപിറ്റൽ ആയിരിക്കും. ഡെക്സ്ട്രോ ആൻഡ് ലീവോ റൊട്ടേറ്ററി പറയുമ്പോൾ അവിടുത്തെ ഡിയും എല്ലും സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഡി ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ബട്ട് നമ്മുടെ ഡി ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം, ഡി ഗ്ലൂക്കോസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണോ അതേപോലെ ലീവോ റൊട്ടേറ്ററി ആണോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിക്ക് എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, നമ്മുടെ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആൻഡ് എൽ മൈനസ് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ പറഞ്ഞു ഇതാണ് നമ്മുടെ റെഫറൻസ് മോളിക്യൂളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഷുഗറും ഡി ആണോ എൽ ആണോ, ഗ്ലിസറാൾഡിഹൈഡ് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി ആണോ എൽ ആണോ എന്ന് നമ്മൾ അവർക്ക് പേരിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു കാർബണിനാണ് നമ്മൾ നോക്കുക കേട്ടോ. ഈ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബണിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് ആ ഒരു ഷുഗർ എന്താണ് ഡി ഗ്ലൂക്കോസ് ആണോ എൽ ഗ്ലൂക്കോസ് ആണോ, അതായത് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയോ ലീവോ റൊട്ടേറ്ററിയോ അല്ല, ആദ്യം നമ്മൾ പറഞ്ഞ ഡി ആൻഡ് എൽ ഐസോമർ ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഇത് എന്ത് ഗ്ലൂക്കോസ് ആയി, ഡി ഗ്ലൂക്കോസ് ആയി. ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണ്, അപ്പോൾ എൽ ഗ്ലൂക്കോസ് ആയി. അപ്പോൾ ഈ ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു OH ഗ്രൂപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഡി ഐസോമർ ആണോ എൽ ഐസോമർ ആണോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്ലസ് സൈനും മൈനസ് സൈനും ഉണ്ട്. പ്ലസ് സൈൻ മീൻസ് ഈ ഒരു ഗ്ലൂക്കോസ് എന്താണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ലൈറ്റിനെ റൈറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ലീവോ റൊട്ടേറ്ററി മീൻസ് നെഗറ്റീവ് സൈൻ ആണ്, സോ ഇറ്റ് ഇസ് ലീവോ റൊട്ടേറ്ററി. അപ്പോൾ അതായത് ലൈറ്റിനെ ലെഫ്റ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റാണ് എപ്പിമെറിസം ഓഫ് ആൽഡോസിസ്. അതായത് എപ്പിമർ എന്താന്ന് പറഞ്ഞാൽ ചില ഷുഗർ, അതായത് നമ്മൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, മാനോസ്, ഇതിൽ ചില ഷുഗേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു ഒറ്റ കാർബണിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാത്രമാണ് ഇവർക്ക് ഡിഫറൻസ് വരുന്നത്. ബാക്കി എല്ലാ കാർബൺ ആറ്റവും ഒക്കെ ഒരേപോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു സിംഗിൾ കാർബൺ ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാത്രമാണ് ഡിഫറൻറ്റ് വരുന്നതെങ്കിൽ അങ്ങനത്തെ ഷുഗേഴ്സിനെയാണ് നമ്മൾ എപ്പിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ
ഗ്ലൂക്കോസും മാനോസും ഈ രണ്ടും മോണോസാക്രൈഡ് ആണ് അല്ലേ. ഇവരെ രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ രണ്ടാളുടെ രണ്ടാമത്തെ കാർബണിൽ മാത്രമാണ് എന്ത് വരുന്നുള്ളൂ, ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാർബണും ഒരേപോലെയാണ് ഗ്ലൂക്കോസിലും മാനോസിലും. അതായത് എല്ലാ കാർബണിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പും ഹൈഡ്രജൻ ഗ്രൂപ്പും ഒരേപോലെയാണ് കിടക്കുന്നത്. രണ്ടാമത്തെ കാർബണിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് അവരെന്ത് വിളിക്കാം, ഗ്ലൂക്കോസും മാനോസും C2 എപ്പീമേഴ്സ് ആണെന്ന് വിളിക്കാം. ഏതാണ് C2 എപ്പീമേഴ്സ്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഗാലക്ടോസും ഗ്ലൂക്കോസും. ഇവർ രണ്ടുപേരും നാലാമത്തെ കാർബണിൽ മാത്രമാണ് രണ്ടാളുടെ ഡിഫറൻസ് വരുന്നത്. ബാക്കി എല്ലാ കാർബണും അറേഞ്ച്മെന്റ് ഒരേപോലെയാണ്. ഇപ്പോൾ ഗ്ലൂക്കോസും ഗാലക്ടോസും എന്താണ്, 4th എപ്പീമർ ആകുന്നു. ദേ ആർ 4th എപ്പീമേഴ്സ്. ഇനി ഇതിലത്തെ ഗാലക്ടോസും ഇതിലത്തെ മാനോസും ഇവർ രണ്ടുപേരും എപ്പീമേഴ്സ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അവർ എപ്പീമേഴ്സ് അല്ല, ബട്ട് ദേ ആർ ഡയാസ്റ്റീരിയോമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ദ C2 എപ്പീമർ ഓഫ് ഗ്ലൂക്കോസ് ആരാന്ന് ചോദിച്ചാൽ ആൻസർ ഇസ് മാനോസ്. അതുപോലെ വിച്ച് ഇസ് ദ 4th എപ്പീമർ ഓഫ് ഗ്ലൂക്കോസ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്, ഗാലക്ടോസ് ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ഗാലക്ടോസ് ആൻഡ് മാനോസ് ആർ ഡാഷ് എപ്പീമേഴ്സ് ആണോ, അല്ല, ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്ട്രക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ബിക്കോസ് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ഡി ഗാലക്ടോസും ഡി ഗ്ലൂക്കോസും ആണ്, അതായത് 4th എപ്പീമർ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാളുടെ ആദ്യത്തെ കാർബൺ നമുക്ക് നോക്കാം. ആദ്യത്തെ കാർബൺ രണ്ടാളും ഒരേപോലെയാണ് അല്ലേ. രണ്ടാമത്തെ കാർബണോ നോക്കൂ, ഒരേപോലെ, അതായത് OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിൽ, H ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിൽ. മൂന്നാമത്തെ കാർബണിലും അതേപോലെ OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിൽ, H ഗ്രൂപ്പ് റൈറ്റ് സൈഡ്. ബട്ട് നാലാമത്തെ കാർബണിലോട്ട് എത്തിയപ്പോൾ ഒരേപോലെയല്ല. ഗ്ലൂക്കോസിൽ എങ്ങനെയാണ്, OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലും H ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലും. പക്ഷെ ഗാലക്ടോസിലാണെങ്കിലോ H ഗ്രൂപ്പ് റൈറ്റ് സൈഡിലും OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ അവിടെ ഡിഫറൻസ് വന്നില്ലേ. ഇനി അഞ്ചാമത്തെ കാർബണിലോട്ട് പോവാം. സെയിം CH. അതേപോലെ ആറാമത്തെ കാർബൺ, അതും സെയിം. അപ്പോൾ നോക്കിയേ, ആകെ ഒരു കാർബൺ, നാലാമത്തെ കാർബണിൽ മാത്രമാണ് ഡിഫറെൻറ്റ്. അതായത് നമ്മൾ മറ്റൊരു പാട്ടുണ്ടല്ലോ, സെയിം ബട്ട് ഡിഫറെൻറ്റ്, ആ ഒരു പാട്ടാണ് നമുക്കിവിടെ ഓർത്ത് വയ്ക്കാൻ പറ്റുക. അപ്പോൾ അത് ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ് എപ്പീമർ, സെയിം ബട്ട് ഡിഫറെൻറ്റ്. എവിടെയാണ് ഡിഫറൻസ് വരുന്നത്, ഒരൊറ്റ കാർബണിൽ. ഗ്ലൂക്കോസും ഗാലക്ടോസ് ആവുമ്പോൾ നാലാമത്തെ കാർബണിൽ ഡിഫറൻസ് വരും. ഗ്ലൂക്കോസും മാനോസ് ആവുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഡിഫറൻറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, ബട്ട് ഐ തിങ്ക് ഫസ്റ്റ് ക്ലാസ് തന്നെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് കുറേ ടൈം ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഒരു ക്ലാസ്സിൽ തന്നെ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഇത് സംഭവം എളുപ്പമാണ്, കാരണം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ്, അതിൻ്റെ ഫങ്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഇത് മൂന്ന് എന്തായാലും നമുക്ക് അറിയുന്നുണ്ടാവും. ചിലപ്പോൾ ലാസ്റ്റത്തെ ഭാഗം മാത്രമേ അറിയാത്തവരുണ്ടായിരിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു ക്ലാസ് തോന്നുന്നുണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും എൻ്റെയും മാസ്റ്റർ കെ അക്കാഡമിയുടെയും താങ്ക് യു.